കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നിങ്ങളോട് ഒരുമിച്ച് ഇന്നത്തെ ദിവസവും ദൈവത്തിൻ്റെ വചനം സംസാരിക്കുവാൻ എനിക്ക് ലഭിച്ച ഈ വലിയ പദവിയെ ഓർത്ത് ഞാൻ ദൈവത്തിന് മഹത്വം കരയേറ്റുന്നു. ആനുകാലികമായി ഏറെ പ്രസക്തിയുള്ള, നമ്മൾ കാര്യമായി ചിന്തിക്കേണ്ട ഒരു വാക്യഭാഗമാണ് ഇന്നത്തെ ദിവസവും. ആ കുറുവാക്യം വായിച്ച് ആരംഭിക്കാൻ പോവുകയാണ്. ഗലാത്യ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 19-20 വാക്യങ്ങളാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. നോക്കുക ആ വാക്യങ്ങളിലേക്ക് ഒരു പ്രാവശ്യം കൂടെ അവസാനമായി. എൻ്റെ കുഞ്ഞുങ്ങളെ, ക്രിസ്തു നിങ്ങളിൽ ഉരുവാകുവോളം ഞാൻ പിന്നെയും പ്രസവവേദനപ്പെടുന്നു. ഇന്ന് നിങ്ങളുടെ അടുക്കൽ ഇരുന്ന് എൻ്റെ ശബ്ദം മാറ്റുവാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ കൊള്ളാമായിരുന്നു. ഞാൻ നിങ്ങളെക്കുറിച്ച് വിഷമിക്കുന്നു. നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്, ഒരു സംക്ഷിപ്തമായി ഞാൻ പറഞ്ഞാൽ, അനുഗ്രഹിക്കപ്പെട്ട ദൈവസഭയാണ് ഗലാത്യയിലുള്ള ദൈവസഭ. പുറമേ നോക്കിയാൽ യാതൊരു പ്രശ്നവുമില്ല. ആരാധന ശക്തമായി നടക്കുന്നു. സ്ഥാപിത പാസ്റ്റർ, ആ സ്ഥാപിത പാസ്റ്ററിന് സമമായി ആരെയും ചിന്തിക്കാൻ പോലും ഒക്കത്തില്ല. അപ്പോസ്തലനായ പൗലോസാണ് പാസ്റ്റർ, ഫൗണ്ടിങ് പാസ്റ്റർ. എന്നാൽ ഈ പറയുന്ന വാക്യങ്ങളുടെ അർത്ഥം ചിന്തിച്ചാൽ എന്തോ വലിയ കാര്യം അവിടെ സംഭവിച്ച പോലെ. നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചല്ലോ, 4-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിൽ, എൻ്റെ അധ്വാനമെല്ലാം വെറുതെ ആയിപ്പോയി. ഞാൻ നിങ്ങളുടെ അടുക്ക വന്നതും നിങ്ങളോട് സുവിശേഷം പറഞ്ഞതും മറ്റ് സഭ സ്ഥാപിച്ചതും ഇതെല്ലാം വെറുതെ ആയിപ്പോയത്തക്കവണ്ണം 4-ാം അധ്യായം 20-ാമത്തെ വാക്യത്തിൽ ഞാൻ നിങ്ങളെ ഓർത്ത് വിഷമിക്കുന്നു. കാരണം എന്താ? കഴിഞ്ഞ 2 രാത്രിയിൽ ശ്രദ്ധയോടിരുന്നവർക്ക് വേഗത്തിൽ കാരണം മനസ്സിലായി എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഇത്രയുമേ ഉള്ളൂ. ഒരു വലിയ കലക്കം ഉണ്ടായി. കലക്കം എന്ന് പറഞ്ഞാൽ, ഞാൻ കഴിഞ്ഞ ദിവസം ഓർപ്പിച്ചു, നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ആരെങ്കിലും ബാക്ക് ബൈറ്റോ ഗോസിപ്പോ ചെയ്ത കലക്കമൊന്നുമല്ല. കലക്കം ദൈവവചനത്തിലെ തെരഞ്ഞെടുത്ത വാക്യങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള ശുശ്രൂഷ. ഇതൊരു കലക്കമായിട്ട് തിരിച്ചറിയണമെങ്കിൽ അഭിഷേകമുള്ള ശുശ്രൂഷകന് മാത്രമേ കഴിയുകയുള്ളൂ. ഇന്നലെ ഞാൻ കുറേ സമയമെടുത്ത് ആ പൗലോസിൻ്റെ മനോഭാവങ്ങളെ ഞാൻ കാണിച്ചു. നമ്മൾ കണ്ട ഒരു പദമുണ്ട്, പിന്നെയും എന്നുള്ള പദം നമ്മൾ ചിന്തിച്ചു. ഒരിക്കൽ വേദന ഉണ്ടായിരുന്നു. എപ്പോൾ? അപ്പോസ്തലപ്രവൃത്തി 13-14 കുഞ്ഞ് ജനിച്ചു എന്ന് കരുതിയതാ, സഭ സ്ഥാപിച്ചു, ഇനി കുഞ്ഞ് വളരാൻ പോവുക. പക്ഷേ പൗലോസ് പറയുക, എനിക്ക് പിന്നെയും പ്രസവ വേദനപ്പെടുന്നു. എല്ലാം പോയി. ഒരു അബോർഷൻ നടന്നതുപോലെ, ഗർഭം അലസിപ്പോയതുപോലെ അവർ സഭയിൽ വന്നിരിപ്പുണ്ട്. ദൈവത്തിൻ്റെ ഉദ്ദേശങ്ങൾ നഷ്ടപ്പെട്ട ഒരു കൂട്ടമായി മാറി. പിന്നെയും എന്ന പദം. അപ്പോൾ ഞാൻ നിങ്ങളെ വേറൊരു കാര്യവും കാണിച്ചു. പേഴ്സണൽ പ്രോബ്ലം അല്ല ഇവിടെ. പൗലോസിനെ ആരാണ്ട് ബുദ്ധിമുട്ടിച്ചതിൻ്റെ ഒരു റിയാക്ഷൻ ഒന്നും അല്ലിത്. ഞാൻ കാണിച്ചല്ലോ ഇന്നലത്തെ ദിവസം 4-ാമത്തെ അധ്യായം 12-ാമത്തെ വാക്യത്തിൽ, നിങ്ങൾ അന്യായമായി എന്നോട് ഒന്നും ചെയ്തിട്ടില്ല. പൗലോസ് പറയാ, നിങ്ങൾ വേണ്ട പോലെ എന്നെ ശുശ്രൂഷിച്ചത്. ഞാൻ നിങ്ങളുടെ അടുക്കൽ വന്നപ്പോൾ ഒരു ദൂതനെ പോലെയാണ് നിങ്ങൾ എന്നെ കൈക്കൊണ്ടത്. പേഴ്സണൽ പ്രോബ്ലം ഒന്നുമല്ല. എന്താ പിന്നെ ഇവിടുത്തെ പ്രശ്നം? എന്താ പൗലോസിന് മാനുഷികമായി നോക്കിയാൽ, പാസ്റ്റർ ഇങ്ങനെ ഇമോഷണലായി ഒക്കെ പറയാതെ, ഏത് സഭയുണ്ട് പെർഫെക്റ്റായ സഭ? പാസ്റ്റർ ഒന്ന് കാണിച്ച്, ഞങ്ങളെ ഓർത്ത് വിഷമിക്കുന്നു, ഞങ്ങളതിന് എന്തോ ചെയ്തു, ഞങ്ങൾ സഭയിൽ വരുന്നില്ലേ, ഞങ്ങൾ അന്യഭാഷ പറയുന്നില്ലേ? പൗലോസ് പറയാ, നോ നോ നോ, കോംപ്രമൈസിന് ഞാൻ തയ്യാറല്ല. സീരിയസ് ആയിട്ട് നിങ്ങളിൽ എന്തോ റോങ് ആണ്. എന്താ റോങ് എന്താന്ന് ചോദിച്ചാൽ, 1-ാം അധ്യായം 6-ാം വാക്യത്തിൽ നമ്മൾ ചിന്തിച്ച ഒരു വചനം, നിങ്ങൾ വേറൊരു സുവിശേഷത്തിലേക്ക് മറിഞ്ഞു പോകുന്നു. ആ പദം ശ്രദ്ധിക്കണം. ഇത്ര വേഗത്തിൽ അപ്പോസ്തലനായ പൗലോസിനെ പോലെ ഒരാൾ പ്രസംഗിച്ച് മാറിക്കഴിഞ്ഞിട്ട് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ വേറൊരു സുവിശേഷത്തിലേക്ക് ആകർഷിക്കപ്പെട്ടെങ്കിൽ, പ്രിയ ദൈവമക്കളെ, നമ്മളായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ സത്യസുവിശേഷം ഏതാ, കള്ളസുവിശേഷം ഏതാ, മറ്റൊരു സുവിശേഷം ഏതാ എന്ന് തിരിച്ചറിയാൻ വയ്യാതെ സത്യസുവിശേഷം കേൾക്കുമ്പോൾ അത് ദുരുപദേശമായി തോന്നുന്ന ഒരു പ്രത്യേക കാലഘട്ടത്തിലാണ് ഇപ്പോൾ നമ്മളായിരിക്കുന്നത്. സത്യസുവിശേഷവും കള്ളസുവിശേഷവും തമ്മിലുള്ള വ്യത്യാസം എന്താ? ക്രിസ്തു കേന്ദ്രീകൃതമായ ജീവിതം എന്ന് പറഞ്ഞാൽ, ഞാൻ ഇന്നലെ ഓർപ്പിച്ചു, അവിടെ ശുശ്രൂഷകനിലേക്കല്ല ശ്രദ്ധ വരുന്നത്. 1-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിൽ പൗലോസ് പറയുന്നത് ഞാൻ നിങ്ങളെ കാണിച്ചെന്നല്ലേ,
ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി ഞങ്ങളാകട്ടെ സ്വർഗത്തിൽ നിന്നൊരു ദൂതനാകട്ടെ പറഞ്ഞാൽ ശപിക്കപ്പെട്ടവനാ. മെസ്സഞ്ചർ മെസ്സേജിനെക്കാട്ടിൽ ഉയരത്തിലല്ല. കൊലോസി ലേഖനത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ മെസ്സഞ്ചർ ഈസ് എ സെർവന്റ് ഓഫ് ദ മെസ്സേജ്. സുവിശേഷത്തിന്റെ ദാസനാണ് ശുശ്രൂഷകർ. സുവിശേഷത്തെ മാറ്റിക്കൂടാ, സുവിശേഷത്തെ മറച്ചുകൂടാ. സുവിശേഷത്തിന്റെ ആകർഷകമായ കാര്യം മാത്രം പറഞ്ഞ് മനുഷ്യരെ തെറ്റിദ്ധരിപ്പിക്കാൻ പാടില്ല. ഇന്നലെ നമ്മൾ ചിന്തിച്ചല്ലോ, 4-ാം അധ്യായം 17-ാമത്തെ വാക്യത്തിൽ നമ്മൾ കണ്ടതാണ്. ആ ഭാഗങ്ങളിലേക്ക് ഇനി ഒന്നുകൂടെ തിരിയാൻ വേണ്ടി സമയവുമില്ല. മറ്റ് സുവിശേഷം പറയുന്നവരുടെ ലക്ഷ്യം അവരിലേക്ക് ആൾക്കാരെ തിരിക്കുന്നു. ക്രൂശിനെ അവർ മാറ്റിക്കളയുന്നു. കാരണം 6-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് പൗലോസ് പറയുന്നു, ഇവർ ഈ മറ്റൊരു സുവിശേഷം പറയാൻ കാരണം എന്താന്ന് ചോദിച്ചാൽ 6-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ജഡത്തിൽ സുമുഖം കാണിപ്പാൻ ഇച്ഛിക്കുന്നവർ ഒക്കെയും ക്രിസ്തുവിന്റെ ക്രൂശ് നിമിത്തം ഉപദ്രവം സഹിക്കാതിരിക്കേണ്ടതിന്. ക്രൂശിൽ നിന്ന് ശ്രദ്ധ മാറ്റി. പൗലോസ് എന്താണ് ഈ സഭയിൽ പറഞ്ഞത്? ക്രൂശിനെ കുറിച്ചാ. ഗലാത്യ ലേഖനം 3:1 പറയുന്നുണ്ട്, ഞാൻ ക്രൂശിതനായ യേശുവിനെ നിങ്ങളുടെ മുമ്പിൽ വരച്ച് കാണിച്ചു. പക്ഷെ ക്രൂശിൽ നിന്ന് ഇപ്പൊ ആൾക്കാരെ മാറ്റുക. ക്രൂശിനെ കുറിച്ച് പറയും. എന്തിനെന്ന് ചോദിച്ചാൽ നമ്മുടെ രക്ഷയ്ക്ക് ക്രൂശിതനായ യേശുവിനെ ധ്യാനിക്കൂ പറയും. ജീവിതത്തിൽ ക്രൂശ് മാതൃകയാകണമെന്ന് പറയത്തില്ല. ജീവിക്കുന്നത് നമ്മുടെ ആഗ്രഹങ്ങൾ ദൈവത്തോട് പറഞ്ഞാൽ മതി. നമ്മുടെ ഇഷ്ടങ്ങൾ, നെയിം ഇറ്റ്, ക്ലെയിം ഇറ്റ്. നീ ഒരു ദൈവപുത്രനാണെങ്കിൽ, ദൈവത്തിൻ്റെ പൈതലാണെങ്കിൽ, രാജാവിൻ്റെ മകനാണെങ്കിൽ, ഇങ്ങനെയൊക്കെ പറഞ്ഞുള്ള തെരഞ്ഞെടുത്ത വചനങ്ങളെ ആസ്പദമാക്കിയുള്ള ശുശ്രൂഷകൾ. ഇന്നത്തെ പാഠത്തിലേക്ക് നമുക്ക് കടക്കാം. ഇവിടെ എനിക്ക് നിങ്ങളെ ഇന്ന് കൊണ്ടുപോകാനുള്ളത് ഒരല്പം പോലും ശ്രദ്ധ വിടാതെ ശ്രദ്ധിച്ച് കേൾക്കേണ്ട കാര്യമാണ്, അടിസ്ഥാന കാര്യമാണ്. അതിന് 1-ാം അധ്യായം 6-ാമത്തെ വാക്യം ഒരു പ്രാവശ്യം കൂടെ വായിച്ചാലേ സാധിക്കുകയുള്ളൂ. ക്രിസ്തു നിങ്ങളിൽ ഉരുവാകണം. ഉരുവാകണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ മറ്റു സുവിശേഷം എന്ന് പറഞ്ഞാൽ എന്താണ്? നോക്കിയേ, 1-ാം അധ്യായം 6-ാം വാക്യം, ക്രിസ്തുവിൻ്റെ കൃപയാൽ നിങ്ങളെ വിളിച്ചവനെ വിട്ട് നിങ്ങൾ ഇത്ര വേഗത്തിൽ വേറൊരു സുവിശേഷത്തിലേക്ക് മറിഞ്ഞു പോകുന്നു എന്ന് 6-ാം വാക്യം. 8-ാം വാക്യത്തിൽ പറയുന്നു, ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി. എൻ്റെ ചോദ്യം ഇതാ, ഇന്നത്തെ ഈ സെഷൻ തുടങ്ങുമ്പോൾ, എന്താ പൗലോസ് പ്രസംഗിച്ച സുവിശേഷം? യേശു പ്രസംഗിച്ച സുവിശേഷം എന്തായിരുന്നു? ആ ചോദ്യം ചോദിച്ചാൽ വളരെ രസകരമാണ്. ഒരു പേപ്പറും പേനായും കൊടുത്ത് വിശ്വാസി സമൂഹത്തിൽ തന്നെ സുവിശേഷത്തിൻ്റെ ഡെഫിനിഷൻ ഒന്ന് എഴുതാമോ എന്ന് ചോദിച്ചാൽ ഭയങ്കരമായ തിരുവചനവുമായി അടിസ്ഥാനമില്ലാത്ത രീതിയിൽ ചിന്തിച്ചു കൂട്ടിയ കുറേ കാര്യങ്ങൾ എഴുതുന്ന ഒരു വലിയ ദുരനുഭവമുണ്ട്. ഇന്ന് നമുക്ക് ചിന്തിക്കണം, എന്താ സുവിശേഷം? പൗലോസ് പറഞ്ഞല്ലോ, ഞങ്ങൾ നിങ്ങളോട് അറിയിച്ച ഒരു സുവിശേഷമുണ്ട്, അതിന് വിപരീതമായി ഞങ്ങളാകട്ടെ. ആ അറിയിച്ചതിന് വിപരീതമായി പറയുന്നതിനെയാണ് വിളിക്കുന്നത് മറ്റൊരു സുവിശേഷം. എന്താ പൗലോസ് അറിയിച്ചേ? അപ്പോസ്തലപ്രവൃത്തി 13-ാം അധ്യായം 32 ഒന്ന് ശ്രദ്ധിക്കൂ. അപ്പോസ്തലപ്രവൃത്തി 13:32 ഈ ഗലാത്യ പ്രവേശ്യയിലൂടെ താൻ സഞ്ചരിച്ചപ്പോൾ എന്താ അവരോട് പറഞ്ഞത്? അവരോട് എന്തു പറഞ്ഞുകൊണ്ടാ പറഞ്ഞത്? യേശുവിൻ്റെ അടുക്ക വാ, യേശുവിൻ്റെ അടുക്ക വാ, ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നു. സുവിശേഷ മഹായോഗത്തിന് എന്താ പ്രസംഗിച്ചത്? 13:32 വായിക്കുന്നു, ദൈവം പിതാക്കന്മാരോട് ചെയ്ത വാഗ്ദത്തം. എല്ലാവരും ആ വാക്കുകളൊന്ന് ശ്രദ്ധിച്ചേ. എന്താ സുവിശേഷം? സുവിശേഷം പെട്ടെന്നൊരു ദിവസം യേശു കർത്താവ് സ്നാനപ്പെട്ട് കയറിയപ്പോൾ പെട്ടെന്ന് മനസ്സിൽ തോന്നിയ ഒരു ആശയമല്ല സുവിശേഷം. അപ്പോസ്തലനായ പൗലോസിന് പെട്ടെന്നൊരു ദിവസം തോന്നിയ ഒരു ഐഡിയ അല്ല സുവിശേഷം. സുവിശേഷം എന്താന്ന് ചോദിച്ചാൽ പിതാക്കന്മാരോട് ചെയ്ത വാഗ്ദത്തം. ഏതാ ഇവിടുത്തെ പിതാക്കന്മാർ? അബ്രഹാമിനോട് തുടങ്ങിയ പിതാക്കന്മാർ. വാക്യം പൂർണ്ണമായി ശ്രദ്ധിക്കൂ. പിതാക്കന്മാരോട് ചെയ്ത വാഗ്ദത്തം യേശുവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചതിനാൽ മക്കൾക്ക് നിവർത്തിച്ചിരിക്കുന്നു എന്ന് ഞങ്ങൾ നിങ്ങളോട് സുവിശേഷിക്കുന്നു. പ്രിയ ദൈവമക്കളെ, വിശ്വാസി സമൂഹമേ, എന്താ സുവിശേഷം? എത്ര ലഘൂകരിച്ച് എത്രമാത്രം മനുഷ്യനിർമ്മിതമായ സന്ദേശങ്ങളാണ് ഈ ദിവസങ്ങളിൽ നമ്മൾ സുവിശേഷ യോഗങ്ങളിൽ കേൾക്കുന്നത്.
പഴയ ഉടമ്പടിയിൽ വാഗ്ദത്തം ചെയ്ത ഒരു കാര്യമാണ് സുവിശേഷം. ഞാനിത് ചെയ്യാൻ പോകുക, ഞാനിത് ചെയ്യും. ഉൽപ്പത്തി പുസ്തകം 3:15 ദൈവം പറഞ്ഞു, ഐ എം ഗോയിങ് ടു ഡു ഇറ്റ്. സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തലയെ തകർക്കും. അബ്രഹാമിനോട് പറഞ്ഞു, ഉൽപ്പത്തി പുസ്തകം 12-ാമത്തെ അധ്യായം അതിന്റെ 3-4 വാക്യങ്ങൾ, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, ഞാൻ നിന്റെ പേർ വലുതാക്കും. തീർന്നില്ല, നിന്നിലൂടെ സകല ജാതികളെയും ഞാൻ അനുഗ്രഹിക്കും. അതാ വാഗ്ദത്തം. സുവിശേഷം എന്ന് പറഞ്ഞാൽ അബ്രഹാമിനോട് പറഞ്ഞു, ഐ വാണ്ട് ടു റീച്ച് ദ വേൾഡ്. ദൈവത്തിന് ഈ ലോകത്തിൽ ഒരു കുടുംബം വേണം. ദൈവത്തിന് ഈ ലോകത്തിൽ ദൈവത്തെ ആരാധിക്കുന്ന ഒരു കൂട്ടം ജനം, ദൈവരാജ്യം ഉൾക്കൊള്ളുന്ന ഒരു ജനം. വാഗ്ദത്തം ചെയ്തതാ. ഉൽപ്പത്തി 3:15 ആദ്യമായി അബ്രഹാമിനോട്. അത് കഴിഞ്ഞിട്ട് ഇസ്രായേൽ മക്കളെ തെരഞ്ഞെടുത്തപ്പോ എന്തായിരുന്നു ഇസ്രായേൽ മക്കൾ? ഒരു നിഴൽ. ഇസ്രായേൽ മക്കളെ തെരഞ്ഞെടുത്തത് നിങ്ങളെയെല്ലാം കനാൻ ദേശത്തിൽ കൊണ്ടുപോയി നല്ല മോടി പിടിപ്പിച്ച് കൊഴുപ്പിച്ച് നിങ്ങളെ അങ്ങ് അനുഗ്രഹിക്കാം എന്നാണോ? നിങ്ങളിലൂടെ ജാതികൾ കാണണം എൻ്റെ മഹത്വം. ദൈവത്തിന്റെ സ്വപ്നം അതായിരുന്നു. നിങ്ങൾ വെളിച്ചമായിരിക്കണം. കാരണം ദൈവത്തിന്റെ ഇഷ്ടം ഈ ലോകം മുഴുവൻ, ലോകത്തിലുള്ള എല്ലാ ജാതികളിലും സുവിശേഷം എന്ന് പറഞ്ഞാൽ ദൈവവുമായിട്ടുള്ള ബന്ധത്തിലേക്ക് ക്ഷണിക്കുവാൻ വാഹകരായി ഇസ്രായേൽ മാറണമെന്നാണ്. പക്ഷെ ഇസ്രായേൽ എന്തോ ചിന്തിച്ചെന്നറിയാമോ? ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ സന്തോഷമുള്ളവരാണ്, ഞങ്ങൾ അവരെ പോലല്ല, ഞങ്ങൾ ഇവരെ പോലല്ല. ആ റെസ്പോൺസിബിലിറ്റിയെ, ഉത്തരവാദിത്തത്തെ അവർ പ്രിവിലേജ് ആക്കി മാറ്റി. ഇപ്പം ദൈവം പറയാ പ്രവാചകന്മാരിലൂടെ, നിങ്ങൾ വെളിച്ചമാകേണ്ടതായിരുന്നു, പക്ഷെ നിങ്ങളായില്ല. നിങ്ങൾ നിമിത്തം ജാതികളുടെ ഇടയിൽ നാമം ദുഷിക്കപ്പെടുന്നേ ഉള്ളൂ. പൗലോസ് പറയുക, എനിക്കിപ്പം മനസ്സിലായി സുവിശേഷം എന്താന്ന്. ദമസ്കോസിൽ വെച്ച് യേശു പ്രത്യക്ഷനായപ്പോ എനിക്ക് മനസ്സിലായി എന്താ സുവിശേഷം. യഹൂദന്മാരിൽ മാത്രം ഒതുങ്ങി നിൽക്കാത്ത ഒരു കുടുംബം ദൈവത്തിന് ഈ ലോകത്തിലുണ്ട്. സകലവിധ ജാതികളിൽ നിന്നും സകലവിധ വംശക്കാരിൽ നിന്നും ദൈവം ഒരു കൂട്ടത്തെ അടർത്തിയെടുത്ത്, യോഹന്നാന്റെ സുവിശേഷം 10 ഭാഷയെ പറഞ്ഞാൽ ഈ തൊഴുത്തിൽ ഇല്ലാത്ത ആടുകൾ, അവരെല്ലാം എൻ്റെ ശബ്ദം കേട്ട് വരുന്ന ഒന്നായിത്തീരുന്ന ഒരു കുടുംബം. സുവിശേഷം, ദൈവരാജ്യത്തിന്റെ സുവിശേഷം, അത് എൻ്റെ മേന്മയല്ല, ദൈവം വാഗ്ദത്തം ചെയ്തതിൻ്റെ നിവർത്തിയാണ് സുവിശേഷം. ഈ ലോകത്തിൽ ദൈവത്തെ ആരാധിക്കുന്ന, ദൈവത്തെ വെളിപ്പെടുത്തുന്ന ഒരു കൂട്ടം ഉണ്ടാകുന്നതാണ് സുവിശേഷത്തിന്റെ ശക്തി. പക്ഷെ ഞാൻ പറയട്ടെ, സുവിശേഷ മഹായോഗത്തിൽ നമ്മൾ കയറി ഇന്നുകൊണ്ട് ദൈവത്തിന് ഈ ലോകത്തിൽ ഒരു കൂട്ടം ആൾക്കാരെ വേണം, ഇത് സുവിശേഷമായി പറഞ്ഞാൽ എല്ലാവരും കൈകെട്ടി ഇങ്ങനെ ഇരിക്കും. കൈകെട്ടിയാ ദൈവത്തിന് വേണമെങ്കിൽ. പക്ഷെ അതുകൊണ്ടാണ് ഈ സുവിശേഷം മാറിപ്പോയത്. സുവിശേഷം എന്തോ ആയെന്നറിയാമോ? ഇന്നീ പന്തലിൽ വന്നിരിക്കുന്ന നിന്നെ വാലല്ല തലയാക്കാൻ പോകുന്നു. ഏത് പ്രയാസത്താൽ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ മുമ്പിലോട്ട് ഓടിവാ, ഇപ്പോൾ രോഗസൗഖ്യം. ഇതാ ഇപ്പൊ സുവിശേഷം. പൗലോസ് പറഞ്ഞ സുവിശേഷം എന്താണെന്നറിയാമോ? പിതാക്കന്മാരോട് വാഗ്ദത്തം ചെയ്തതിൻ്റെ നിവർത്തിയ സുവിശേഷം. യേശുവിലൂടെ ഒരു പുതിയ ഹ്യൂമാനിറ്റി, ഒരു പുതിയ മനുഷ്യ, ഇതിനെ തന്നെ യഹൂദനും ജാതികളിൽ നിന്നും മാറി നിന്നതിനെ ഒരു പുതിയ ഹ്യൂമാനിറ്റി ആക്കി തീർക്കുന്ന, ദൈവത്തെ ആരാധിക്കുവാൻ ഒരു പുതിയ കുടുംബമാക്കി തീർക്കുന്ന. എന്താ സുവിശേഷം? 13:32 പിതാക്കന്മാരോട് വാഗ്ദത്തം ചെയ്തതിൻ്റെ നിവർത്തിയ. 14:15 കൂടെ നോക്കി. അപ്പോസ്തലപ്രവൃത്തി 14:15 എന്താ പൗലോസ് പ്രസംഗിച്ചേ? പൗലോസ് അതാ പറഞ്ഞേ, ഞങ്ങൾ പറഞ്ഞതിന് വിപരീതമായി ആരെങ്കിലും പറഞ്ഞാൽ, ഇതിനോട് കൂട്ടിയാലോ കുറച്ചാലോ അവൻ ശപിക്കപ്പെട്ടവനാ. ഈ ഒരു ചിത്രം കാണാത്തവൻ. ഇത് എന്നെ നല്ലതാക്കുന്നതല്ല, ദൈവത്തിൻ്റെ പദ്ധതി ഈ ലോകത്തിൽ നടക്കുന്ന കാര്യമാണ്. അപ്പോസ്തലപ്രവൃത്തി 14:15 പുരുഷന്മാരെ നിങ്ങൾ ഈ ചെയ്യുന്നത് എന്ത്? പൗലോസിനെയൊക്കെ ആരാധിക്കാൻ വന്നപ്പോൾ പറഞ്ഞു, നിങ്ങൾ ഈ ചെയ്യുന്നത് എന്ത്? അത് തന്നെ ചിന്തിക്കണം. സുവിശേഷ പ്രഭാഷകർ ചിന്തിക്കേണ്ട കാര്യമാണ്. സുവിശേഷം പറഞ്ഞിട്ട് അത്ഭുതം നടക്കും. അത്ഭുതത്തെക്കുറിച്ചല്ല പ്രസംഗിക്കുന്നത്, പക്ഷെ അത്ഭുതം നടക്കും. അത്ഭുതം നടക്കുമ്പോൾ പ്രതികരണം. അവിടെ ഉള്ളവരെല്ലാം കൂടെ ആരാധിക്കാൻ വന്നു. പൗലോസ് പറയാ, പുരുഷന്മാരെ നിങ്ങൾ ഈ ചെയ്യുന്നത് എന്താ? ഞങ്ങൾ നിങ്ങളോട് സമസ്വഭാവമുള്ള മനുഷ്യരത്രേ. കാണാറുണ്ടോ ഇങ്ങനെയുള്ള ശുശ്രൂഷകരെ? പ്രാർത്ഥിച്ച് ക്യാൻസർ മാറി, പ്രാർത്ഥിച്ച് മുടന്തൻ എഴുന്നേറ്റു. പിന്നെയും പറയാം, ഞാൻ പ്രാർത്ഥിച്ചപ്പോഴാന്ന് പറയാൻ, ഞാൻ പ്രാർത്ഥിച്ചപ്പോഴാന്ന് പറ. രോഗസൗഖ്യക്കാരനെ ടി വിയുടെ ഫ്രണ്ടിലോട്ട് വിളിക്കുമ്പോൾ അവന് ട്രെയിനിങ് കൊടുത്തിരിക്കുക.
എന്തിനാ ട്രെയിനിങ് കൊടുത്തതെന്ന് ചോദിച്ചാൽ പാസ്റ്ററുടെ വെള്ളിയാഴ്ച നടക്കുന്ന യോഗം 10 മണിക്ക് ഞങ്ങൾ കുടുംബമായിട്ട് വന്നു. അപ്പം ചോദിക്കുന്ന ആൾ പിന്നെയും ചോദിക്കുക, അപ്പോൾ പാസ്റ്റർ ശുശ്രൂഷിക്കുന്നതെന്ന് അറിയാമായിരുന്നോ? ശ്രദ്ധ മുഴുവൻ ഇത് ആരാ പ്രാർത്ഥിച്ചത്? ഇവിടെ പറയാ, സുവിശേഷത്തിൻ്റെ ഗ്ലാമർ ഇങ്ങോട്ടെടുക്കല്ലേ. സുവിശേഷം പ്രസംഗിക്കുന്നിടത്ത് അത്ഭുതങ്ങൾ നടക്കും, ഒരു അടയാളം എന്നവണ്ണം നടക്കും. ദൈവരാജ്യം സ്ഥാപിതമായതിൻ്റെ ലക്ഷണങ്ങൾ, അതിൻ്റെ ഒരു ടേസ്റ്റ്, റോമാലേഖനത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ഫസ്റ്റ് ഫ്രൂട്ട്സ് പോലെ, ഒരു ഫോർത്ത് ടേസ്റ്റ് പോലെ അത് നടക്കും, അത്ഭുതങ്ങൾ. ഇവിടെ പൗലോസ് പറയാ, ഞങ്ങൾ നിങ്ങൾക്ക് സമസ്വഭാവമുള്ള മനുഷ്യരത്രേ, നിങ്ങൾ ഈ വ്യർത്ഥ കാര്യങ്ങൾ വിട്ട്. അയ്യോ, അപ്പൊ സുവിശേഷത്തിൽ എന്തോ ഉണ്ട്? വാഗ്ദത്ത നിവർത്തി, ദൈവം പറഞ്ഞ വാഗ്ദത്തത്തിന്റെ നിവർത്തി. അത് നിങ്ങൾ ഈ വ്യർത്ഥ കാര്യം വിട്ട് ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലവും ഉണ്ടാക്കിയ ജീവനുള്ള ദൈവത്തിങ്കിലേക്ക് തിരിയണം എന്നുള്ള സുവിശേഷം. കണ്ടോ എല്ലാവരും ആ വാക്യം? എന്താ സുവിശേഷം? അത് നിവർത്തിയ, അബ്രഹാമിനോട് പറഞ്ഞ കുടുംബത്തിന്റെ നിവർത്തി. ദൈവരാജ്യം എല്ലാ വംശങ്ങളിൽ നിന്നും ജാതികളിൽ നിന്നും ചേർന്ന് വരുന്ന ഒരു വലിയ കുടുംബം പോരാ, അത് ദൈവത്തിങ്കിലേക്ക് തിരിയുന്നതാ സുവിശേഷം. അതുകൊണ്ടല്ലേ മത്തായിയുടെ സുവിശേഷം 4 യേശു പറഞ്ഞേ, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, സ്വർഗരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കണം. മാനസാന്തരം എന്ന് പറഞ്ഞാൽ എന്നിൽ നിന്ന് തിരിഞ്ഞ് ദൈവത്തിങ്കിലേക്ക് നോക്കണം, എൻ്റെ ഇഷ്ടങ്ങളിൽ നിന്ന് തിരിയുക, ദൈവത്തിങ്കിലേക്ക് നോക്കുക. അതല്ലേ ഇവിടെ സകലവും ഉണ്ടാക്കിയ ജീവനുള്ള ദൈവത്തിങ്കിലേക്ക് തിരിയണമെന്നുള്ള സുവിശേഷം. ഇത് അപ്പോസ്തലപ്രവൃത്തിയിൽ നിന്ന് 2 വാക്യം വായിക്കുമ്പോൾ ചിലപ്പോൾ ഒരല്പം വേറെ വാക്യങ്ങളും അറിയാവുന്നവർ ചിന്തിച്ചേക്കാം, ഓ അപ്പോൾ ഇതാണ് സുവിശേഷം, വാഗ്ദത്ത നിവൃത്തിയാണോ സുവിശേഷം? അതെങ്ങനെയാണ്? അതപ്പോൾ വേറെ എവിടെയെങ്കിലും ഉണ്ടോ? ഏറ്റവും വലിയ ഘനമുള്ള ലേഖനമായ റോമാലേഖനം 1 എങ്ങനെയാണ് തുടങ്ങുന്നതെന്ന് അറിയാമോ? മറ്റുള്ള വാക്യങ്ങളിൽ ഇപ്പം പോകാനൊക്കത്തില്ല. റോമാലേഖനം 1 മാത്രം വായിക്കാം, 1-ാം അധ്യായം 2-ാം വാക്യം. എന്താ സുവിശേഷം? വിശുദ്ധ രേഖകളിൽ, പഴയ നിയമത്തെക്കുറിച്ച് പറയാ, വിശുദ്ധ രേഖകളിൽ തൻ്റെ പ്രവാചകന്മാർ മുഖാന്തരം മുമ്പ് കൂട്ടി വാഗ്ദത്തം ചെയ്ത സുവിശേഷത്തിനായി. പ്രിയ മക്കളെ, നമ്മൾ എന്താ ഇത് കാണാതെ പോകുന്നേ? എന്താ എൻ്റെ വലിയൊരു ആശങ്ക? എന്താ ദൈവമക്കൾ കാണാത്ത? അയ്യോ, ഞാൻ ഇതിപ്പം എൻ്റെ മേലല്ല ഈ ലൈം ലൈറ്റ് എൻ്റെ മേല, ഇത് ദൈവത്തിൻ്റെ കാര്യമാണ്. സുവിശേഷം എന്ന് പറഞ്ഞാൽ ദൈവത്തിന് ഈ ലോകത്തിൽ ദൈവം ചെയ്യുമെന്ന് പറഞ്ഞത് ചെയ്തു, ഞാൻ ഏൽപ്പിച്ചു കൊടുക്കുന്നു. സ്വാർത്ഥതയിൽ നിന്ന് ഞാൻ തിരിഞ്ഞാലേ ഒക്കത്തുള്ളൂ. സമ്പത്തിനെയും കൂട്ടിവെക്കുന്നവനായി ഞാൻ തീരാനൊക്കത്തില്ല. ദൈവത്തിൻ്റെ വെളിച്ചം എനിക്ക് പ്രകാശിപ്പിക്കണം. ദൈവരാജ്യത്തിൽ കയറുന്നവരുടെ ജീവിതശൈലി മാറണം. സുവിശേഷത്തിൻ്റെ ശക്തി എന്ന് പറഞ്ഞാൽ പണക്കൊതി മാറ്റുന്ന ശക്തി, ശത്രുവിനെ മിത്രമെന്ന് എണ്ണുന്ന ആ ശക്തി. അപ്പോഴാണ് നമ്മൾ വെളിച്ചമായി തീരുന്നത് ലോകത്തിന്. പക്ഷെ ഇന്ന് സുവിശേഷം എന്ന് പറഞ്ഞാൽ യേശുവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട്, പക്ഷേ ഒരു മാറ്റവും ഇല്ല, തിരിയുന്നില്ല സ്വാർത്ഥതയിൽ നിന്ന് ദൈവത്തിങ്കലേക്ക്. അപ്പം നിങ്ങൾക്ക് ഇതിനോടൊക്കെ ഒരു കാര്യം മനസ്സിലായി കാണും, സുവിശേഷത്തിന് പഴയ നിയമവുമായി നല്ല ബന്ധമുണ്ട്. സുവിശേഷം മനസ്സിലാക്കണമെങ്കിൽ പഴയ നിയമം അത്യാവശ്യമാണ്. പഴയ നിയമത്തിൽ ഉൽപ്പത്തി മുതൽ വാഗ്ദത്തം ചെയ്തതിൻ്റെ നിവൃത്തിയായിട്ടാണ് സുവിശേഷത്തെ മനസ്സിലാക്കേണ്ടത്. പക്ഷെ ഇവിടുത്തെ ഒരു വലിയ പ്രശ്നം എന്താണെന്നറിയോ? ഈ ഗലാത്യ സഭയിൽ കലക്കം വരാൻ കാര്യം ശ്രദ്ധിച്ച് കേൾക്കണം. ഇന്നത്തെ പ്രസംഗത്തിൻ്റെ ഹൃദയഭാഗത്തേക്ക് പ്രവേശിക്കുക. പഴയ നിയമ വായനയില്ലാതെ, പഴയ ഉടമ്പടി മനസ്സിലാക്കാതെ സുവിശേഷം മനസ്സിലാക്കാൻ ഒക്കത്തില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ ഗലാത്യ സഭയിൽ ഇത്രയും പ്രശ്നം ഉണ്ടാകാൻ കാര്യം എന്താണെന്നറിയോ? വ്യാഖ്യാനിക്കേണ്ടതുപോലെ അല്ല പഴയ നിയമം ദുരുപദേശകര് വ്യാഖ്യാനിച്ചത്. അതാ പ്രശ്നം. അവര് പഴയ നിയമത്തിൽ നിന്നും എന്തോ ആണെന്നറിയാമോ ഇങ്ങോട്ട് പറഞ്ഞത്? അവർ പഴയ നിയമത്തിൽ നിന്ന് ഇവരുടെ അടുക്കൽ, ഈ ഗലാത്യ സഭയിലുള്ളവരോട് വന്ന് പറഞ്ഞു, നിങ്ങൾ പരിച്ഛേദന ഏൽക്കണം. കാരണം അബ്രഹാമിനോട് ദൈവം ചെയ്ത ഉടമ്പടിയുടെ ചിഹ്നമാ പരിച്ഛേദന. അബ്രഹാമിൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് വേണമെങ്കിൽ, വിശ്വാസി സമൂഹമേ ശ്രദ്ധിക്കൂ, നിങ്ങൾ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, ഗലാത്യ സഭയോട് ചെന്ന് പറയുക, പൗലോസ് നിങ്ങളോട് അത് പറഞ്ഞില്ലല്ലേ? പൗലോസ് നിങ്ങളോട് പറഞ്ഞ് യേശുവിൽ വിശ്വസിക്കാൻ. പക്ഷേ ഞങ്ങളൊരു കാര്യം നിങ്ങളോട് പറയാം, പഴയ നിയമത്തിൽ എഴുതിയിട്ടുണ്ട്. കള്ള ഉപദേഷ്ടാക്കന്മാർ വന്ന് പറയുക, പഴയ നിയമത്തിൽ എഴുതിയിട്ടുണ്ട്, അല്ലേ നിങ്ങൾ ഉൽപ്പത്തി 17 വായിച്ചു നോക്ക്.
പരിച്ഛേദനയാകുമ്പോഴേ ദൈവത്തിൻ്റെ കുടുംബത്തിൽ വരത്തുള്ളൂ. ദൈവത്തിൻ്റെ അനുഗ്രഹം വേണ്ടേ? അനുഗ്രഹം വേണമെങ്കിൽ പരിച്ഛേദന ഏൽക്കണം. കലക്കം എന്താന്ന് മനസ്സിലായോ? കലക്കത്തിന് ഉപയോഗിച്ച മാർഗം എന്താ? വചനം, വചനം, വചനം. ഈ കൂടുതലൊന്നും അറിയാത്ത ഇന്നത്തെ വിശ്വാസികളുടെയും പ്രശ്നം ഇങ്ങനെയാ. അങ്ങനെയും കൂടെ എഴുതിയിട്ടുണ്ടെന്നൊന്നും അറിയത്തില്ല. കൂടുതൽ അറിയാത്ത വിശ്വാസികൾ ഗലാത്യ സഭയിലുള്ളവർ പറഞ്ഞു, ആമേൻ ആമേൻ, ഞങ്ങൾക്ക് വേണം അനുഗ്രഹം, ഞങ്ങൾക്ക് അബ്രഹാമിനെ അനുഗ്രഹിച്ചതുപോലെ ഞങ്ങൾക്ക് അനുഗ്രഹം വേണം. ഈ മറ്റ് സുവിശേഷം പറഞ്ഞവർ പറഞ്ഞു, ഞങ്ങൾ അതിനുള്ള വകുപ്പ് പറഞ്ഞു തരാം, പരിച്ഛേദന, ശാബത്ത് ദിവസമൊക്കെ നോക്കുക. അങ്ങനൊരു നല്ല യഹൂദനായി തീർന്നാൽ, അങ്ങനൊരു നല്ല മതഭക്തി വന്നാൽ, അബ്രഹാമിന് ആടുമാടുകൾ നൽകിയതുപോലെ നിങ്ങളെയും അനുഗ്രഹിക്കും. ആഹാ, അപ്പം നല്ല രീതിയിൽ കാര്യങ്ങൾ വരുന്നു. ശ്രദ്ധിക്കണം. എന്താ ഇവിടുത്തെ പ്രശ്നം? പഴയ നിയമത്തെ ദുർവിനിയോഗം ചെയ്തു, ഒരു പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നം അനുഗ്രഹം. ഇത് രണ്ടുകൂടെ അങ്ങോട്ട് കൂട്ടിക്കുഴച്ചു. ഇന്നത്തെയും പ്രശ്നം എന്താ? ചിന്തിക്കൂ. നമ്മൾ ഇന്നായിരിക്കുന്ന കാലഘട്ടത്തിലെയും പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ക്രിസ്തു കേന്ദ്രീകൃതമായ ജീവിതത്തിന് തടസ്സം എന്താണെന്ന് ചോദിച്ചാൽ, പഴയ നിയമ ദുർവ്യാഖ്യാനങ്ങളിലൂടെ വൈകല്യമായ അനുഗ്രഹത്തിൻ്റെ ചിത്രങ്ങൾ മനുഷ്യരുടെ ഉള്ളിൽ കുത്തിവെക്കുന്നു. ഒരു പ്രാവശ്യം കൂടെ പറയാം. പഴയ നിയമ ദുർവ്യാഖ്യാനങ്ങളിലൂടെ അനുഗ്രഹത്തിനെ കുറിച്ചുള്ള വളരെ വൈകല്യമായ ചിന്തകൾ വിശ്വാസികളിൽ കുത്തിവെക്കുന്നു. അതാണ് ഇന്നത്തെ സമൂഹത്തിൻ്റെ പ്രശ്നം. മനസ്സിലാക്കി തരാം. 3-ാം അധ്യായം 14-ാമത്തെ വാക്യം നോക്കിയ ഗലാത്യ ലേഖനം. അവിടെ എഴുതിയിട്ടുണ്ട്, ഈ അനുഗ്രഹമാണ് ഇവിടുത്തെ പ്രശ്നം. ഇവരെ കലക്കിയത് വേറൊന്നുമല്ല, ക്രിസ്തുവിൽ നിന്ന് ഇവരെ മാറ്റിയത് എന്താന്ന് ചോദിച്ചാൽ അനുഗ്രഹം വേണം, അനുഗ്രഹം വേണം, ഞങ്ങൾക്ക് അനുഗ്രഹം വേണം. ആരാ ഇവരോട് പറഞ്ഞത്? എവിടെ നിന്നാ പറഞ്ഞത്? പഴയ നിയമത്തിൽ നിന്നാ പറഞ്ഞത്. 3-ാം അധ്യായം 14-ാമത്തെ വാക്യം ശ്രദ്ധിക്കൂ. ഗലാത്യ ലേഖനം 3-ന്റെ 14-ാമത്തെ വാക്യം. അബ്രഹാമിൻ്റെ അനുഗ്രഹം ക്രിസ്തുയേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന് നാം ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ പ്രാപിക്കാൻ തന്നെ. പൗലോസ് എന്തുകൊണ്ടാണ് ഇത് പറയുന്നത്? അബ്രഹാമിൻ്റെ അനുഗ്രഹം ക്രിസ്തുയേശുവിൽ ജാതികൾക്ക് വരുവാനെന്ന് പൗലോസ് പറയാൻ കാര്യം, മറ്റ് സുവിശേഷം പറയുന്നവർ ഇതാ പറയുന്നത്. മറ്റു സുവിശേഷം പറയുന്നവർ അവിടെ പറയുന്നത് അബ്രഹാമിൻ്റെ അനുഗ്രഹം വേണമെങ്കിൽ പരിച്ഛേദന ഏൽക്കണം. പൗലോസ് പറയുക, മറിയല്ലേ മറിയല്ലേ, അനുഗ്രഹത്തിന് വേണ്ടി ദുർവ്യാഖ്യാനങ്ങളിൽ മറിയരുതേ. പൗലോസ് പറയുക, അബ്രഹാമിൻ്റെ അനുഗ്രഹം ജാതികളിലേക്ക് വരുവാൻ പരിശുദ്ധാത്മാവെന്ന അടയാളം ഉണ്ടെങ്കിൽ അനുഗ്രഹം കിട്ടിയെന്നല്ലേ അർത്ഥം എന്നാ പൗലോസ് പറയുന്നത്. 3:8 നോക്കിയേ. 3:8 ആ വാക്ക് തന്നെ നിങ്ങൾക്ക് അവിടെ കാണാം. ഏത് വാക്ക്? സുവിശേഷം. ആദ്യമായി സുവിശേഷം കേട്ടൊരു വ്യക്തി ആരാതെന്നറിയാമോ? 3-ാം അധ്യായം 8-ാമത്തെ വാക്യം. എന്നാൽ ദൈവം വിശ്വാസം മൂലം ജാതികളെ നീതീകരിക്കുന്നുവെന്ന് തിരുവഴുത്ത് മുൻകണ്ടിട്ട്. അതാ ഞാൻ പറഞ്ഞ, പെട്ടെന്നുണ്ടാക്കിയ ഒരു ആശയമൊന്നുമല്ല സുവിശേഷം. വന്നാട്ടെ രോഗസൗഖ്യം തരാം, വന്നാട്ടെ വീട് തരാം, ഇതൊന്നും അല്ല ഇവിടുത്തെ. അതിൽ വലിയ കാര്യങ്ങളാണ്. 3-ാം അധ്യായം 8-ാം വാക്യം. വിശ്വാസം മൂലം ജാതികളെ നീതീകരിക്കുന്നുവെന്ന് തിരുവഴുത്ത് മുൻകണ്ടിട്ട് നിന്നിൽ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടുമെന്നുള്ള സുവിശേഷം. എന്താ സുവിശേഷം? സുവിശേഷം എന്ന് പറഞ്ഞാൽ നീതീകരിക്കപ്പെട്ടു, അതാ സുവിശേഷം. ആര്? യഹൂദന്മാർ മാത്രമല്ല, ഈ ലോകത്തിലെ ഏത് വംശങ്ങളിൽ നിന്നും ജാതികളിൽ നിന്നും ഭാഷകളിൽ നിന്നും. അതല്ലേ ഈ വാക്ക് പറയുന്നത്? നീതീകരിക്കുമെന്ന് തിരുവഴുത്ത് മുൻകണ്ടിട്ട് സുവിശേഷം അബ്രഹാമിനോട്, നിന്നിലൂടെ സകല ജാതികളെ അനുഗ്രഹിക്കാം. അനുഗ്രഹം എന്താ? നിന്നിലൂടെ വരുന്ന സന്തതി, സീഡ് ഓഫ് ഏബ്രഹാം. അബ്രഹാമിലൂടെ വരുന്ന യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് അബ്രഹാമിന്റെ കുടുംബത്തിൽ പ്രവേശനം ലഭിക്കുന്നു വിശ്വാസത്താൽ. ആർക്കും ഗ്ലോറി സ്തോത്രം ഒന്നും വരാൻ സാധ്യതയില്ല. കാരണം ഇത് നമ്മളെക്കുറിച്ചല്ല, ഇത് ദൈവത്തിൻ്റെ കുടുംബത്തെക്കുറിച്ചാണ്. നമ്മുടെ കുടുംബം മേന്മ പ്രാപിക്കുന്ന അല്ലിത്. ഇത് ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിന് നിവർത്തിയാണ്. പക്ഷെ നമുക്ക് എല്ലാവർക്കും സ്തോത്രം വരും എപ്പോഴാന്ന് ചോദിച്ചാൽ, ഇപ്പം എന്നോടൊരാൾ പറയുക, അടുത്ത 3 മാസത്തിനുള്ളിൽ നിന്റെ ജീവിതത്തിൽ ഒരു ട്വിസ്റ്റ് നടക്കാൻ പോവുക,
നീ പ്രതീക്ഷിക്കാത്ത ചില വിളികൾ നിന്നെ തേടി വരുന്നു. നീ കയറിയിട്ടില്ലാത്ത ചില വണ്ടികളിൽ നീ യാത്ര ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു കുലുക്കമായി, ആകെ പ്രശ്നമായി. കാരണം ഇതെന്നെക്കുറിച്ചാണ്. ഈ സുവിശേഷം അങ്ങോട്ട് തിരിയുമ്പോൾ ഉണ്ടല്ലോ, ലൈറ്റ് അങ്ങോട്ട് വെക്കുമ്പോൾ ദൈവം പറഞ്ഞ വാഗ്ദത്തം, അബ്രഹാമിനോട് പറഞ്ഞത്, അത് ജാതികളെ നീതീകരിക്കുമെന്നുള്ള സുവിശേഷം, പിതാക്കന്മാരോട് ചെയ്ത വാഗ്ദത്തത്തിന്റെ നിവർത്തി, ഇതൊക്കെ പറഞ്ഞാൽ നമ്മളിങ്ങനെ അങ്ങനെയാണോ കാര്യങ്ങൾ? പൗലോസ് പറയാ, മറിയരുത്. വേറൊരു സുവിശേഷം എന്ന് പറഞ്ഞാൽ നിനക്ക് അനുഗ്രഹം കിട്ടും, അബ്രഹാമിന്റെ അനുഗ്രഹം കിട്ടും. അതിനുവേണ്ടി നീ വേറൊരു റൂട്ട്. പൗലോസ് പറയാ, പോകരുതേ, അത് ദുർവ്യാഖ്യാനമാ. എന്താ 3-ാമത്തെ അധ്യായത്തിൽ പറയുന്നത്? 3-ാമത്തെ അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം ഒന്ന് ശ്രദ്ധിക്കൂ. ഈ മറ്റു സുവിശേഷം പറഞ്ഞവർ ഉൽപ്പത്തി പുസ്തകം 17 വെച്ചോണ്ടാ പ്രസംഗിക്കുന്നത് അവിടെ പരിച്ഛേദനയെ കുറിച്ച് പറയാൻ. പക്ഷേ നോക്കിക്കേ, 3-ന്റെ 6-ാമത്തെ വാക്യത്തിൽ പൗലോസ് എന്താ പറയുന്നത്? അത് അവന് നീതിയായി കണക്കിട്ടു എന്നുണ്ടല്ലോ, അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു. എന്താ പൗലോസ് പറയുന്നത് ഇവിടെ? പരിച്ഛേദനയൊക്കെ വന്നത് ഉൽപ്പത്തി പുസ്തകം 17 പക്ഷെ അതിനു മുമ്പ് തന്നെ പരിച്ഛേദന കൊണ്ടല്ല അബ്രഹാമിന് സ്വീകാര്യത കിട്ടിയത്, അബ്രഹാമിനെ ദൈവം ഇഷ്ടപ്പെട്ടത്, അബ്രഹാമിനെ ദൈവം കൈക്കൊണ്ടത് പരിച്ഛേദന കൊണ്ടല്ല, വിശ്വാസം കൊണ്ടാ. നോക്കിക്കേ, ഇന്നും ചെല്ല് പറയത്തില്ലേ, ഒരാൾ കള്ളസുവിശേഷവുമായി വരുമ്പോൾ ഇപ്പൊ നമുക്ക് എല്ലാവരെയും ഒന്നും നന്നാക്കാനൊക്കത്തില്ല, പോകുന്ന വഴി പോട്ടെ. ഇതല്ല പൗലോസ്. അവിടെ ഒരു കൂട്ടർ പറയുക പരിച്ഛേദന വേണം, അതുകൊണ്ട് അബ്രഹാമിന്റെ കുടുംബത്തിൽ കയറുന്നത്. പൗലോസ് പറയാ, ചിന്തിക്കൂ, പരിച്ഛേദനയ്ക്ക് മുമ്പേ അബ്രഹാം വിശ്വസിച്ചു, അതാ അവനെ നീതീകരിച്ചത്. പരിച്ഛേദനയുടെ ആവശ്യമില്ല എന്ന് പറയുക. പ്രിയ ദൈവമക്കളെ, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കൂ. പേനായും പേപ്പറും ഉണ്ടെങ്കിൽ ഞാൻ അടുത്ത കുറച്ച് വാക്യങ്ങൾ പറയാൻ പോകുന്നത് എഴുതി വെക്കൂ, അത്യാവശ്യമായി ചിന്തിക്കൂ. ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ഒരു പ്രധാന പ്രശ്നം എന്താണെന്നറിയാം? അന്ന് ഗലാത്യ സഭ കലക്കിയതുപോലെ നമ്മുടെ മനസ്സിനെ കലക്കിയിരിക്കുന്നു. പഴയ നിയമത്തിൽ നിന്നും ദുർവ്യാഖ്യാനിക്കപ്പെടുന്ന വാക്യങ്ങൾ വാഗ്ദത്തങ്ങളായി ഒക്കെ ചിന്തിച്ച്, എനിക്ക് അതിനെക്കുറിച്ച് തുടങ്ങുന്നത് 2 തീമോഥെയോസ് 3:14 മുതൽ വായിച്ചാൽ തുടങ്ങാൻ താല്പര്യം. വേഗത്തിൽ ഒരു സർവേ പോലെ ഇങ്ങനെ വേഗത്തിൽ പറയുക, സ്റ്റഡി ആയതുകൊണ്ട്. നിങ്ങളാരും തെറ്റിദ്ധരിക്കുക പോലും ചെയ്യരുത്, പഴയ നിയമം വേണ്ട എന്നാണ് ഞാൻ പറയുന്നത്. തെറ്റിദ്ധരിക്കുക പോലും ചെയ്യരുത്, അതല്ല ഞാൻ പറയുന്നത്. 3-ാം അധ്യായം 16-17 വാക്യത്തിൽ 2 തീമോഥെയോസിൽ എന്താ വായിക്കുന്നത്? എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസികമാണ്. ഇവിടെ പ്രധാനമായിട്ടും എല്ലാ തിരുവെഴുത്തും എന്ന് പറയുമ്പോൾ ഓൾഡ് ടെസ്റ്റമെന്റ്, പഴയ നിയമം. ഇവിടെ ഈ 16-ാം വാക്യത്തിൽ മുന്നിൽ നിൽക്കുന്ന എല്ലാ തിരുവെഴുത്തും എന്ന് പറയുമ്പോൾ പഴയ നിയമം ഇന്നത്തെ വിശ്വാസികൾക്ക് ആവശ്യമാണ്. എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസികമാണ്. ദൈവത്തിൻ്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തിക്കും വകപ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസനത്തിനും പ്രയോജനമുള്ളതാകുന്നു. അപ്പോൾ ഇത് വേണോ? പഴയ നിയമം വേണം. നീതിയിലെ അഭ്യാസത്തിനും വേണം അത്. പക്ഷേ ഇവിടുത്തെ ഒരു പ്രശ്നമുണ്ട്. ഒരു വാക്യം കൂടെ ഞാൻ കാണിക്കുക, ഇത് വേണം എന്നുള്ളതിന്. പഴയ നിയമം വായിക്കണ്ട, നിങ്ങളെല്ലാം ഇപ്പം പഴയ നിയമം ആരെങ്കിലും കൂടുതലായി വായിക്കുന്നുണ്ടെങ്കിലോ എല്ലാം വലിയ തെറ്റില്ല, അതല്ല ഞാൻ പറയുന്നത്. അപ്പോസ്തലപ്രവൃത്തി 17:11 നോക്കിയേ, വേണമെന്നുള്ളതിൻ്റെ കാര്യം ഞാൻ കാണിക്കുക. ഒരു വാക്യം കൂടെ, അപ്പോസ്തലപ്രവൃത്തി 17:11 തെസ്സലോനിക്കയിലുള്ളവരെക്കാൾ ബെറോവയിലുള്ളവർ ഉത്തമന്മാരായിരുന്നു. അവർ വചനം, കേൾക്കണേ, അവർ വചനം പൂർണ്ണ ജാഗ്രതയോടെ കൈക്കൊണ്ടതല്ലാതെ അതങ്ങനെ തന്നെയോ എന്ന് ദിനം പ്രതി തിരുവഴുത്തുകളെ പരിശോധിച്ചു. ബെറോവയിലുള്ളവർ ഏത് തിരുവചനമാണ് പരിശോധിച്ചത്? ഗലാത്യ ലേഖനമാണോ? അല്ല, പുതിയ നിയമം അപ്പോൾ എഴുതിയിട്ടില്ല. ബെറോവയിലുള്ളവർ തെസ്സലോനിക്കയിലുള്ളവരെക്കാൾ ഉത്തമന്മാരായിരുന്നു. അവർ തിരുവഴുത്തുകളെ പരിശോധിച്ചെന്ന് പറഞ്ഞാൽ ബെറോവയിലുള്ളവർ വായിച്ചുകൊണ്ടിരിക്കുന്നത് തിരുവഴുത്തുകൾ പഴയ നിയമമാണ്. പഴയ നിയമം വേണ്ട എന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ, പറയുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇന്ന് ഒരുപാട് പേര് പറയുന്നുണ്ട്. ഈ കഴിഞ്ഞ ദിവസം ഞാൻ കേട്ടു, പഴയ നിയമം മാത്രമല്ല യേശുവിൻ്റെ പഠിപ്പിക്കലും വേണ്ട എന്ന് പറയുന്നു.
ഇന്നത്തെ സഭയ്ക്ക് ഇപ്പോൾ ആകെ കൂടെ വേണ്ടിയത് പൗലോസിൻ്റെ ലേഖനങ്ങൾ മാത്രമായെന്ന് പഠിപ്പിക്കുന്നവർ വരെ പെൻഡക്കോസ്റ്റൽ സമൂഹത്തിൽ നിന്നും വന്നിരിക്കുന്നു. വളരെ യാദൃശ്ചികവും വളരെ എന്താ അതിന് വാക്ക് ഉപയോഗിക്കേണ്ടതെന്ന് അറിയത്തില്ല, ഇത്രമാത്രം വൈകല്യമായ ചിന്താഗതിയോടെ ശുശ്രൂഷിക്കുന്നവർ. ഒരു കാര്യം മനസ്സിലാക്കണം, ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ എല്ലാ തിരുവെഴുത്തുകളും ദൈവശ്വാസികമാണ്. ബെറോവയിലുള്ളവർ പരിശോധിച്ചത് പുതിയ നിയമമല്ല, അവർ പഴയ നിയമമാണ് തിരുവെഴുത്തുകൾ ശോധന ചെയ്ത്. ആവശ്യമാണ്. 1 കൊരിന്ത്യർ 10:11 പഴയ നിയമം ആവശ്യമാണോ? പഴയ നിയമത്തിൽ വായിക്കണോ? എന്താ അവിടെ എഴുതിയിരിക്കുന്നു? 1 കൊരിന്ത്യർ 10:11 ഇത് ദൃഷ്ടാന്തമായി ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ നടന്നത് വായിക്കണം, അത് പഠിക്കണം, അത് മനസ്സിലാക്കണം, അതിനെക്കുറിച്ച് പ്രസംഗിക്കണം. എന്തിനും ചോദിച്ചാൽ അത് ദൃഷ്ടാന്തമായ ഒരു എക്സാമ്പിളാ. അതിൽ നിന്ന് നമ്മൾ പഠിക്കണം. ലോകാവസാനം വന്നെത്തിയിരിക്കുന്ന നമുക്ക് ബുദ്ധി ഉപദേശത്തിനായി എഴുതിയിരിക്കുന്നു. അപ്പോൾ ആരെങ്കിലും പഴയ നിയമം വേണ്ടെന്ന് പറഞ്ഞാൽ അത് വളരെ മൗഢ്യമായതും വളരെ വികൃതമായ ഒരു ചിന്തയാണ്. പഴയ നിയമം വേണം. പക്ഷെ എന്താണെന്നറിയാമോ പ്രശ്നം? എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം. 3 വാക്യങ്ങൾ ഞാനിപ്പോൾ പറഞ്ഞു. വേണം വേണം വേണം. പ്രശ്നം ഇതാ. പ്രശ്നത്തിൻ്റെ തുടക്ക വായന 8:30 അപ്പോസ്തല പ്രവൃത്തി വായിക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ 8:30. ക്രിസ്തു കേന്ദ്രീകൃതമായ ജീവിതത്തിൻ്റെ തടസ്സം എന്താ? തടസ്സം ഇതാ, ഈ ദുർവ്യാഖ്യാനം. പഴയ നിയമ ദുർവ്യാഖ്യാനങ്ങൾ അനുഗ്രഹത്തിൻ്റെ വൈകല്യ ചിന്തകൾ കുത്തിവെക്കുന്നു. അതാ പ്രശ്നം. അപ്പോസ്തലപ്രവൃത്തി 8:30 ഫിലിപ്പോസ് ഓടിച്ചെല്ലുമ്പോൾ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം വായിക്കുന്നത് കേട്ടു. ഫിലിപ്പോസ് എന്താ ചോദിക്കുന്നതെന്ന് അറിയാമോ? നീ വായിക്കുന്നത് ഗ്രഹിക്കുന്നുവോ? ഇരുന്ന് വായിക്കുക. പഴയ നിയമം ഇരുന്ന് വായിക്കുക. വായിക്കുന്നതല്ല പ്രശ്നം, വായിക്കുന്നത് ഗ്രഹിക്കുന്നുവോ? 35-ാം വാക്യം ഒന്ന് ശ്രദ്ധിച്ചേ. 34-35 ഷണ്ണൻ ഫിലിപ്പോസിനോട് ഇത് പ്രവാചകൻ ആരെക്കുറിച്ച് പറയുന്നു? പഴയ നിയമം വായിച്ചുകൊണ്ടിരിക്കുക, പക്ഷെ ഒരു ക്ലാരിറ്റി ഇല്ലെന്ന്. ഇത് ആരെക്കുറിച്ച് പറയുന്നു? തന്നെക്കുറിച്ചോ മറ്റൊരുത്തനെ കുറിച്ചോ എന്ന് പറഞ്ഞു തരണം എന്ന് അപേക്ഷിച്ചു. മക്കളെ, ഈ ചോദ്യമില്ലാതെ പഴയ നിയമം വായിച്ചാൽ എനിക്കൊന്ന് പറഞ്ഞു തരണേ, ഇത് എന്നെക്കുറിച്ചുള്ളതാണോ ഇസ്രായേലിനെ കുറിച്ചുള്ളതാണോ? എനിക്കിത് ക്ലെയിം ചെയ്യാമോ? ഈ വാഗ്ദത്തം തിരുവഴുത്തിലുണ്ട്, ഇത് ഉപദേശത്തിനായിട്ട് എഴുതിയിട്ടുണ്ട്, ഇതെനിക്ക് അതുപോലെ എടുത്ത് പ്രായോഗിക ജീവിതത്തിൽ പ്രയോഗിക്കാം, എനിക്കൊന്ന് മനസ്സിലാക്കി തരണമേ എന്നുള്ള ചോദ്യം ഇല്ലെങ്കിൽ പറ്റുന്ന ആ പ്രശ്നം നോക്കണം. എനിക്ക് പറഞ്ഞു തരണം. 35-ാം വാക്യം ഫിലിപ്പോസ് ഈ തിരുവെഴുത്ത് ആധാരമാക്കി നോക്കിക്കേ. അടുത്ത വാക്ക്, അവനോട് യേശുവിനെ കുറിച്ചുള്ള സുവിശേഷം അറിയിപ്പാൻ തുടങ്ങി. പഴയ നിയമം വായിക്കണം, പക്ഷെ ആരുടെ ഫ്രെയിമിലൂടെ വായിക്കണമെന്നറിയാം? യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തിലൂടെ, ജീവിത മാതൃകയിലൂടെ. യേശു ക്രിസ്തുവിൻ്റെ ഉപദേശം മനസ്സിലാക്കാതെ അത് വായിച്ചാൽ വളരെ വൈകല്യമായ ചിന്തകൾ വിശ്വാസികളുടെ മനസ്സിൽ വരും. ഉദാഹരണങ്ങൾ ഞാൻ 1, 2, 3 എഴുതി വെച്ചിട്ടുണ്ട്, ഇന്നത് പറയുകയും ചെയ്യും. അപ്പോൾ അത് ക്ലിയർ ആവും. പക്ഷെ ഇവിടെ പ്രശ്നം വായിക്കണം. വായിക്കുന്നത് യേശുവിലൂടെ വായിക്കണം. യേശുവിനെ കാണാൻ വായിക്കണം. ബുദ്ധി ഉപദേശത്തിനായിട്ട് അത് എഴുതിയിരിക്കുക. സ്വാർത്ഥത കൂട്ടാനല്ല ഇത് എഴുതിയിരിക്കുന്നത്. ലൗകികത കൂട്ടാനല്ല പഴയ നിയമം എഴുതിയിരിക്കുന്നത്. മനസ്സിലാക്കണം, യേശുവിനെ കാണാൻ വായിക്കണം. അയ്യോ, ഇത് വളരെ അടിസ്ഥാനപ്പെട്ട കാര്യമാണ്. പക്ഷെ ഞാൻ നിങ്ങളോട് പറയാം, ഒരു എക്സാജറേഷൻ ഇല്ലാതെ നല്ലൊരു ശതമാനം വിശ്വാസികൾക്കും ഒരു ക്ലൂവും ഇല്ല ഇതിനെക്കുറിച്ച്. ഇതെല്ലാം തിരുവെഴുത്തല്ലേ, എല്ലാം തിരുവെഴുത്താ, അതെങ്ങനെ വായിക്കണമെന്നൊരു അഭ്യസനമില്ല. അതിന് സമയം എടുക്കുന്നില്ല, അതിന് പഠനവും നടത്തുന്നില്ല. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 39-40 വായിക്കണം. പക്ഷെ വായിക്കുമ്പോൾ ഇത് മിസ്സാക്കരുത്. പഴയ നിയമം വായിക്കുമ്പോൾ ധ്യാനിക്കുമ്പോൾ ഈ പ്രശ്നം ഉണ്ടാകരുത്. ക്രിസ്തു കേന്ദ്രീകൃതമായ ജീവിതത്തിന് തടസ്സം ദുർവ്യാഖ്യാനങ്ങൾ. എങ്ങനെ അറിയാം? 5:39-40 നോക്കൂ. യോഹന്നാന്റെ സുവിശേഷം അവിടെ എഴുതിയിരിക്കുന്നു. യേശു പറയുക, നിങ്ങൾ തിരുവെഴുത്തുകളെ ശോധന ചെയ്യുന്നു. ഏതാ തിരുവെഴുത്ത് ഇവിടെ? പഴയ നിയമം. പഴയ നിയമം വായിക്കണോ? വായിക്കണം. നിങ്ങൾ തിരുവെഴുത്തുകളെ ശോധന ചെയ്യുന്നു, അവയിൽ നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ട് എന്ന് നിങ്ങൾ നിരൂപിക്കുന്നുവല്ലോ. അവ
അടുത്തതാ ശ്രദ്ധിക്കേണ്ടത്, അവ എനിക്ക് സാക്ഷ്യം പറയുന്നു. 40-ാം വാക്യം, എങ്കിലും ജീവൻ പ്രാപിക്കേണ്ടതിന് എൻ്റെ അടുക്കൽ വരുവാൻ നിങ്ങൾക്ക് മനസ്സില്ല. ഒരു വലിയ ഡേഞ്ചറാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്താണെന്നറിയാമോ? പഴയ നിയമം നല്ലതായിട്ട് അങ്ങ് വായിക്കുക, അങ്ങ് മനസ്സിലാക്കിയെന്ന് തോന്നുക, പക്ഷെ ആരുടെ അടുക്ക വരുന്നില്ല? യേശുവിൻ്റെ അടുക്ക വരുന്നില്ല. നമ്മുടെ തീം എന്തുവാ? ക്രൈസ്റ്റ് സെൻറ്റേർഡ് ലൈഫ്. പഴയ നിയമത്തിൻ്റെ 39 പുസ്തകങ്ങൾ വായിക്കുമ്പോൾ 39 പുസ്തകങ്ങൾ നമുക്ക് വേണം, നമുക്ക് വേണം, വേണം, വേണം. പക്ഷേ ഈ 39 പുസ്തകത്തിൽ കാണുന്ന ഉടമ്പടികൾ മാറിയിരിക്കുന്നു എന്നൊരു ബോധ്യത്തോടെ വായിക്കണം. ഇസ്രായേലിനോട് ചെയ്ത ഉടമ്പടിയും നമ്മളോട് ചെയ്ത ഉടമ്പടിയും മാറ്റങ്ങൾ. ദൈവത്തിൻ്റെ സ്വഭാവത്തിന് മാറ്റമില്ല, പക്ഷേ ഹൗ ഹി ഡീൽസ് വിത്ത് പീപ്പിൾ മാറിയിരിക്കുന്നു. ഉദാഹരണം കാണിക്കാം. ദൈവത്തിൻ്റെ സ്വഭാവം മാറത്തില്ല. പഴയ നിയമത്തിൽ ഇസ്രായേലിനോട് ഇടപെട്ടതുപോലെ സ്വഭാവത്തിന് മാറ്റമില്ല. പക്ഷേ ഉടമ്പടിയുടെ മാനദണ്ഡങ്ങൾ, എങ്ങനെ ഉടമ്പടിയിൽ പ്രവേശിക്കുന്നവർ ജീവിക്കുമ്പോൾ അനുഗ്രഹങ്ങൾ അളക്കപ്പെടും, ഭയങ്കരമായി മാറിയിരിക്കുന്നു. ഉടമ്പടിയിൽ കയറിയ ഒരാള് അനുഗ്രഹിക്കപ്പെട്ടവരാണെന്ന് എങ്ങനെ അറിയാം? ആവർത്തന പുസ്തകവും പുതിയ നിയമവും കൂടെ കൂട്ടിക്കലർത്തി വായിച്ചാൽ അതൊരു വല്ലാത്ത പരുവായി തീരും. ഉദാഹരണം കാണിക്കാം, പക്ഷെ വരാം അതിലേക്ക്. വാക്യങ്ങൾ വായിച്ചേ പോകാനൊക്കത്തുള്ളൂ. ലൂക്കോസിന്റെ സുവിശേഷം 24-27 വായിക്ക്, നോക്കണം. പഴയ നിയമം ധ്യാനിക്കണം, പക്ഷെ ഡേഞ്ചർ ഉണ്ട്, ഡേഞ്ചർ. യേശുവിനെ കാണാതെ വായിക്കരുത്. യേശുവിനെ കാണാൻ വേണ്ടിയും യേശുവിലൂടെയും അല്ല വായിക്കുന്നതെങ്കിൽ ഭയങ്കര പ്രശ്നം ഉണ്ടാവും. ലൂക്കോസ് 24-27, മോശ തുടങ്ങി സകല പ്രവാചകന്മാരിൽ നിന്നും എല്ലാ തിരുവെഴുത്തുകളിലും തന്നെ കുറിച്ചുള്ളത് അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. ഇതിനാ പറയുന്നത് ക്രൈസ്റ്റ് സെന്റേർഡ്. പഴയ നിയമം വായിക്കുമ്പോൾ തന്നെ കുറിച്ചുള്ളത് ആരാ ഇത് പറഞ്ഞു കൊടുക്കുന്നത്? യേശു. ആരോട്? എമ്മോസിലേക്ക് പോയ ശിഷ്യന്മാരോട്, തർക്കിച്ചും വാദിച്ചും പോയവരോട് പറയുക, ഇതെല്ലാം വായിച്ചിട്ടും മനസ്സിലാകുന്നില്ലേ? എന്നിലേക്ക് നോക്ക്, ലുക്ക് അറ്റ് മീ, ലുക്ക് അറ്റ് മീ. പ്രിയ ദൈവമക്കളെ, ഇതൊരു വലിയ പ്രാധാന്യമുള്ള കാര്യമാകുന്നു. കാരണം പല സന്ദേശങ്ങളും യേശുവിലൂടെ അല്ല പഴയ നിയമത്തിൽ നിന്നും പ്രസംഗിക്കുന്നത്. യേശു ഇല്ല സന്ദേശത്തിൽ. യേശു ഇല്ലെന്ന് ഞാൻ പറയുമ്പം യേശുവിൻ്റെ തത്വങ്ങളില്ല അവിടെ. യേശുവിലൂടെ അല്ല കാണുന്നത് തിരുവെഴുത്തുകൾ. ഇനി അത് നല്ലായി വെളിപ്പെടുത്തി തരുന്ന ഒരു വാക്യമാണ് 2 കൊരിന്ത്യർ 3:14. നിങ്ങളെല്ലാവരും ഈ പേനയും പേപ്പറും വെച്ച് എഴുതുന്നത് കാണുമ്പോൾ എനിക്ക് വളരെ സന്തോഷം. ഇതൊരു സ്റ്റഡിയിലേ ഇതൊക്കെ പറയാനൊക്കത്തുള്ളൂ. നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയേ, ഒരു കൺവെൻഷനിൽ ധൃതി പ്രസംഗം 45 മിനിറ്റിൽ ഇതെല്ലാം കൂടെ പറയാൻ നിന്നാൽ കണ്ണടച്ച് തുറക്കുമ്പോൾ പകുതി ആൾക്കാർ പന്തലിൽ പോലും കാണത്തില്ല. കാരണം വേറെ കാര്യങ്ങളാണ് നമുക്ക് കേൾക്കാൻ ഇഷ്ടം. പക്ഷേ ഈ 3 ദിവസം ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ ഓർപ്പിച്ച പോലെ ഒരു പ്രത്യേക നിയോഗത്താൽ നടക്കുന്ന ഈ ദിവസം ശുശ്രൂഷിക്കുന്ന ഓരോ മിനിറ്റും എനിക്ക് വ്യക്തമായി അറിയത്തക്കവണ്ണം ദൈവത്താൽ ഓർക്കസ്ട്രേറ്റ് ചെയ്ത നമ്മുടെ സമൂലമായ ഒരു മാറ്റത്തിന് ദൈവം അനുവദിച്ച ദിവസം. ഇത്ര ഒരു ആത്മീയ അന്തരീക്ഷത്തിൽ നമുക്കിത് ധ്യാനിക്കാൻ ഒക്കുന്നതിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. 2 കൊരിന്ത്യർ 3:14. എന്നാൽ അവരുടെ മനസ്സ്, കേൾക്കണമേ, പഴയ നിയമം വായിക്കുന്നവരെ കുറിച്ചാണ് പറയുന്നത്. അവരുടെ മനസ്സ് കഠിനപ്പെട്ടു പോയി പഴയ നിയമം വായിക്കുമ്പോൾ. ആരും ഓർക്കരുത് ഇതൊക്കെ നമ്മുടെ ബൈബിളിൽ ഉണ്ടായിരുന്നോ? ഇതൊക്കെ ഉണ്ട്. ഈ വായനയുടെ പ്രശ്നമാണ് ഈ ക്രിസ്തു കേന്ദ്രീകൃതമായ ജീവിതം ഇല്ലാത്തത്. പഴയ നിയമം വായിക്കുമ്പോൾ ചിലർക്കൊരു പ്രശ്നമുണ്ട്. എന്താണെന്നറിയാമോ? ആ മൂടുപടം നീങ്ങാതെ ഇന്ന് വരെ ഇരിക്കുന്നല്ലോ എന്ന് പറഞ്ഞാൽ ക്ലിയർ അല്ല. വായിക്കുന്നുണ്ടോ? മനസ്സിലാക്കുന്നില്ലെന്ന് പറഞ്ഞാൽ യേശുവിനെ കാണാൻ ഒക്കുന്നില്ല, യേശുവിൻ്റെ തത്വം കാണാൻ ഒക്കുന്നില്ല. വായിക്കുക. രാവിലെ എന്തോ വായിച്ചത്? സങ്കീർത്തനം വായിച്ചു. വൈകിട്ട് എന്തോ വായിക്കുന്നത്? സങ്കീർത്തനം വായിച്ചു. യേശുവിനെ കുറിച്ച് പഴയ നിയമം ചിലരുടെ ബൈബിൾ നോക്കിയാൽ തന്നെ അറിയാം എന്താ വായിക്കുന്നത്. ബൈബിൾ ഇങ്ങനെ വെച്ച് നോക്കിയാൽ മതി. ഇപ്പോൾ തന്നെ വേണേ എല്ലാവരും ഒന്ന് വെച്ച് നോക്കിയോ. ഞാനും വെച്ച് നോക്കിയിരിക്കുക. ഒരു നല്ലൊരു ശതമാനം ആൾക്കാരുടെയും ഈ നടുഭാഗം ഇങ്ങനെ മുന്തി നിൽക്കാനൊരു സാധ്യതയുണ്ട്. കാരണം എന്താണെന്നറിയോ? രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും ഈ സങ്കീർത്തനങ്ങളിൽ കിടന്ന്
ഇവിടുന്ന് അങ്ങോട്ട് കറങ്ങുക. ഇന്ന് പകൽ സമയം ഒരു കർത്താവിൻ്റെ ദാസനോട് കൂടെ ഇരുന്ന് ഇവിടെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു ഉദാഹരണം, അദ്ദേഹം സന്ദർഭവശാൽ പറഞ്ഞൊരു കാര്യം എന്നെ ചിന്തിപ്പിച്ചു. നമുക്ക് ഈ ട്രാൻസ്ഫറിനെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. ഒരു സഭയിൽ നിന്ന് ചിലയിടത്തുണ്ട് 2 വർഷമെന്ന്, ചിലയിടത്തുണ്ട് 5 വർഷമെന്ന്, ചിലയിടത്തുണ്ട് 3 വർഷമെന്ന്. അപ്പോൾ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷകൻ, നിങ്ങൾക്കെല്ലാം അറിയാവുന്ന ആളാണ്, പ്രശസ്തനായ ഒരു ബൈബിൾ ടീച്ചറാണ്. അദ്ദേഹം പറഞ്ഞു, എൻ്റെ അഭിപ്രായത്തിൽ 3 നല്ലതെന്ന് പറഞ്ഞു. 3 വർഷം, 2 ആകരുത് 5 ആകരുത്, 3 നല്ലത്. ഇപ്പം ഞങ്ങളെല്ലാം നോക്കിയിരുന്ന എന്താ അങ്ങനെ പറഞ്ഞത്? കാരണം 150 സങ്കീർത്തനമേ ഉള്ളല്ലോ. ഒരു റൗണ്ട് അടിക്കാം. പ്രശ്നം സങ്കീർത്തനം വായിക്കുന്നതല്ല. പ്രശ്നം എന്താന്ന് ചോദിച്ചാൽ, മൂടുപടം വീണാണെന്നോ വായിക്കുന്നത്, അതോ കാണാമോ, ശരിക്ക് കാണേണ്ടത് കാണാമോ? അതോ ഫിലിപ്പോസ് പറഞ്ഞതുപോലെ, അയ്യോ ഇതൊക്കെ യേശുവിനെ കുറിച്ചാ, ലൂക്കോസിന്റെ സുവിശേഷം 24 യേശു പറഞ്ഞതുപോലെ കണ്ണു തുറന്ന് നോക്കാം. അവരുടെ കണ്ണു തുറന്നപ്പോൾ അവർക്ക് എല്ലാം മനസ്സിലായി. അങ്ങനെയാ ലൂക്കോസിന്റെ സുവിശേഷം 24 എഴുതിയിരിക്കുന്നത്. Then their eyes were opened, they were able to see. ഓ, ഇതാണോ ഞങ്ങൾ വായിച്ചുകൊണ്ടിരുന്നത്? നോക്കിയേ, 3-ാം അധ്യായം 14 ഇന്ന് വരെ ഇരിക്കുന്നുവല്ലോ, അത് ക്രിസ്തുവിൽ നീങ്ങിപ്പോകുന്നു. ക്രിസ്തുവിലെ നീങ്ങത്തുള്ള മൂടുപടം. എന്നിട്ട് 15-ാമത്തെ വാക്യം, മോശയുടെ പുസ്തകം വായിക്കുമ്പോൾ മൂടുപടം ഇന്നയോളം അവരുടെ ഹൃദയത്തിന്മേൽ കിടക്കുന്നു. ഗലാത്യ സഭയിലെ പ്രശ്നം എന്താണെന്നറിയാമോ? ഈ മൂടുപടം കിടന്നവർ, പഴയ നിയമം വ്യാഖ്യാനിക്കാൻ അറിയാത്തവർ ഒരു വലിയ കലക്കം ഉണ്ടാക്കി സഭയിൽ. ഇന്നത്തെ പെന്തക്കോസ്ത് സമൂഹത്തിലെ ഏറ്റവും വലിയ പ്രശ്നം എന്താ? കലക്കം. എന്ത് വെച്ചുള്ള കലക്കം? തേണ്ട ഈ തിരുവചനം വ്യാഖ്യാനിക്കാൻ അറിയാതെ അറ്റവും മൂലയും എടുത്തുകൊണ്ട് എല്ലാം കൂടെ കൂട്ടിക്കലർത്തി ഉള്ള പ്രസംഗങ്ങൾ, അത് വലിയ ആശയക്കുഴപ്പം, കലക്കം, സ്വാർത്ഥരാക്കുന്ന പ്രസംഗങ്ങൾ, സാമ്പത്തിക കൊതി കൂട്ടുന്ന പ്രസംഗങ്ങൾ, യേശു കേന്ദ്രീകൃതമായ ഒരു ജീവിതത്തിന് തടസ്സമാണ് ഈ ദുർവ്യാഖ്യാനങ്ങൾ. ഇനിയും ഉദാഹരണം കാണിക്കാൻ പോവാം. ഉദാഹരണം കാണിക്കുമ്പോഴേ അത് ക്ലിയർ ആകത്തുള്ളൂ. ഇപ്പം 2 വശവും കിട്ടി. പഴയ നിയമം വേണോ? വേണം. പക്ഷെ ശ്രദ്ധിച്ച് വായിച്ചില്ലെങ്കിൽ യേശു കേന്ദ്രീകൃതമായ ജീവിതത്തിന് തടസ്സമായിരിക്കും ആ ദുർവ്യാഖ്യാനങ്ങൾ, ആ വായനകൾ. ഉദാഹരണം പറയാം. ആവർത്തന പുസ്തകം 30-ാമത്തെ അധ്യായം നോക്കൂ. ആവർത്തന പുസ്തകം 30-ാം അധ്യായം 15-ാമത്തെ വാക്യം എല്ലാവരും ഒന്ന് എടുത്ത് നോക്കണം. അത് അത്ര പ്രാധാന്യമുള്ള വാക്യമാണ്. കാരണം നമ്മുടെ ഒരു പരിധിവരെ നല്ലൊരു ശതമാനം പ്രസംഗവും, നല്ലൊരു ശതമാനം പ്രസംഗം മാത്രമല്ല പ്രവചനവും എല്ലാം ചുറ്റിക്കറങ്ങുന്ന അധ്യായങ്ങളാണ് ഈ 28 മുതലുള്ള അധ്യായങ്ങൾ. അപ്പോൾ ആവർത്തന പുസ്തകം 30-15, ഇതാ ഞാൻ ഇന്ന് ജീവനും ഗുണവും മരണവും ദോഷവും നിന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു. മോശ പറയുക. അതിന് മുമ്പ് പറഞ്ഞിരിക്കുക 28-ാമത്തെ അധ്യായത്തിൽ, അനുസരിച്ചാൽ അനുഗ്രഹം, അനുസരണക്കേട് കാണിച്ചാൽ ഈ ദേശത്തൊന്നും ഇല്ലാത്തത് നിന്റെ കുടുംബത്തിൽ വരും. എന്നിട്ട് പറയാ ജീവനും മരണവും, ജീവനും ഗുണവും മരണവും എല്ലാം വെച്ചിരിക്കുന്നു. 16-ാമത്തെ വാക്യം, എങ്ങനെയെന്നാൽ നീ ജീവിച്ചിരുന്ന് പെരുകുകയും നീ കൈവശമാക്കുവാൻ ചെല്ലുന്ന ദേശത്ത് നിന്റെ ദൈവമായ യഹോവ നിന്നെ അനുഗ്രഹിക്കുകയും. ഈ വാക്യമൊക്കെ ശ്രദ്ധിക്കണം. ഞാൻ മുമ്പേ പറഞ്ഞില്ല എന്താ പ്രശ്നം? അനുഗ്രഹം. അനുഗ്രഹവും തിരുവഴുത്തിന്റെ വ്യാഖ്യാനവും ആ പ്രശ്നം. യഹോവ നിന്നെ അനുഗ്രഹിക്കും ചെയ്യേണ്ടതിന് നിന്റെ ദൈവമായ യഹോവയെ സ്നേഹിപ്പാനും അവന്റെ വഴികളിൽ നടപ്പാനും. അപ്പൊ എന്തോ കിട്ടും? ദൈവമായ യഹോവയെ സ്നേഹിച്ചാൽ എന്തോ കിട്ടും? ദൈവമായ യഹോവയുടെ വഴികളിൽ നടന്നാൽ എന്തോ കിട്ടും? അവന്റെ കൽപ്പനകൾ, ചട്ടങ്ങൾ, വിധികൾ പ്രമാണിക്കാനും. അപ്പൊ പ്രമാണിച്ചാൽ എന്തോ കിട്ടും? നിങ്ങൾ പറ നമ്മൾക്ക് എന്ത് കിട്ടും? പുതിയ നിയമ വിശ്വാസികളായ നമ്മൾക്ക് യഹോവയെ സ്നേഹിച്ചാൽ, യഹോവയുടെ വഴികളിൽ നടന്നാൽ, അവന്റെ കൽപ്പനകളും ചട്ടങ്ങളും വിധികളും പ്രമാണിച്ച് നടന്നാൽ എന്തോ കിട്ടും? ഈ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ എന്തോ കിട്ടുമെന്ന് ചോദിച്ചാൽ അനുഗ്രഹം കിട്ടും. എന്താ അനുഗ്രഹം? ആവർത്തന പുസ്തകം 28 എഴുതിയിട്ടുണ്ട്. രോഗസൗഖ്യം കിട്ടും, നല്ല സമ്പത്ത് കിട്ടും, കന്നുകാലികൾ, ആട്, മാട് ഇതൊക്കെ കിട്ടും. നമ്മൾ എങ്ങനെയാണ് ഈ വാക്യം വായിക്കേണ്ടത്? അത് പാസ്റ്റർ ഇങ്ങനെ തന്നെയാണ് വായിക്കേണ്ടത്. അതിനെന്താ സംശയം? അല്ല, സുവിശേഷം, അത് സുവിശേഷം അവിടെ ഉണ്ട്. പക്ഷെ ഈ വചനം മാറുന്നില്ലല്ലോ. സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്ന ദൈവത്തിന്റെ വചനമല്ലേ ഇത്? അതെ,
ഉടമ്പടി മാറിയിരിക്കുന്നു. ഉടമ്പടി ഇത് പഴയ നിയമ ഇസ്രായേലിനോടുള്ള ബന്ധത്തിലുള്ള ഉടമ്പടിയാണ്. അവരോട് പറഞ്ഞിരിക്കുക, ദൈവത്തിന്റെ സ്വഭാവം മാറുന്നില്ല, പക്ഷെ ഉടമ്പടി മാറി. അവരോട് പറഞ്ഞിരിക്കുക, നീ ജീവിച്ചിരുന്ന് പെരുകുകയും കൈവശമാക്കുവാൻ ചെല്ലുന്ന ദേശത്ത്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഇത് ഏത് ദേശമാണ്? നമ്മളെ സംബന്ധിച്ച് പൂനെയാണോ, മഹാരാഷ്ട്ര ആണോ, അമേരിക്കയാണോ, കാനഡ ആണോ, അയർലൻഡ് ആണോ? അപ്പോൾ തന്നെ നമുക്കറിയാം ഇത് ഭൗതികമല്ല. ഇപ്പോഴത്തെ ഇതൊരു ആത്മീക രാജ്യമാണ്. ഇത് ദൈവരാജ്യം, സ്വർഗരാജ്യം എന്ന് പറഞ്ഞാൽ ഇത് ആത്മീക രാജ്യമാണ്. പഴയ ഉടമ്പടിയിൽ അക്ഷരിക രാജ്യമാണ്. അക്ഷരിക രാജ്യത്തിൽ അനുഗ്രഹങ്ങൾ കണ്ണുകൊണ്ട് കാണാവുന്നതാണ്, കൈകൊണ്ട് തൊടാവുന്നതാണ്. ആത്മീക രാജ്യത്തിൽ ആത്മീക അനുഗ്രഹങ്ങൾ എന്നല്ലേ എഫേസ്യ ലേഖനം 1-ാമത്തെ അധ്യായത്തിൽ സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹങ്ങളാലും നിങ്ങളെ ക്രിസ്തുയേശുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന ദൈവത്തിന് സ്തോത്രം എന്നല്ലേ എഴുതിയിരിക്കുന്നത്. അതെന്താ നമ്മൾ കാണാത്ത ആ വ്യത്യാസം? അത് അക്ഷരിക രാജ്യമായിരുന്നു, ഭൗതിക രാജ്യമായിരുന്നു, ഭൗതിക അനുഗ്രഹങ്ങളായിരുന്നു. ഇത് ആത്മീക രാജ്യമാ. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ സ്പിരിച്വൽ കിങ്ഡമാ, ജോഗ്രാഫിക്കൽ അല്ല. ബ്ലെസ്സിങ്സ് എന്ന് പറഞ്ഞാൽ സ്പിരിച്വൽ ബ്ലെസ്സിങ് എന്ന് ഞാനല്ല പറയുന്നത്. എഫേസ്യ ലേഖനം 3 മുതൽ വായിച്ചാൽ മതി. പൗലോസ് ദൈവകൃപയാൽ തിരുവഴുത്തായി എഴുതിയിരിക്കുന്നതല്ലേ. പക്ഷേ പലർക്കും വ്യക്തതയില്ല, കൂട്ടിക്കുഴയ്ക്കും. എഫേസ്യ ലേഖനം 1-3 ഈ ആവർത്തനം കൂടെ വെച്ച് കൂട്ടിക്കുഴയ്ക്കും. കാരണം ഒന്നിയിൽ സമ്പത്തിനെ ന്യായീകരിക്കണം, അല്ലെ സമ്പത്തിനെ നോക്കി പാർക്കണം. അതിനു വേണ്ടിയാ. ഇതിനോട് ചേർന്ന് ഞാൻ പറയാം, ഉൽപ്പത്തി പുസ്തകം 13:2 ഈ ഗലാത്യയിൽ പോയി കലക്കിയത് എങ്ങനെയാണെന്നറിയാമോ? ഗലാത്യയിൽ പോയി അബ്രഹാമിനെ കുറിച്ച് നല്ല പ്രസംഗം അങ്ങ് നടത്തി ഈ ദുരുപദേശകർ. ഉൽപ്പത്തി പുസ്തകം 13:2 കന്നുകാലി, വെള്ളി, പൊന്ന് ഈ വകയിൽ അബ്രഹാം ബഹുസമ്പന്നനായിരുന്നു. ഗലാത്യയിലുള്ളവരോട് പറഞ്ഞു, ജാതിക പശ്ചാത്തലത്തിൽ നിന്ന് വന്നവരോട് പറഞ്ഞു, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കൈകൊട്ടി യേശു മണവാളൻ നമ്മെ ചേർക്കുവാൻ എന്ന് പറഞ്ഞ് ഇരുന്നാ പോരാ. അങ്ങനെ അങ്ങ് ഇരുന്നാ എന്തോ കിട്ടണമെങ്കിൽ അബ്രഹാം വെള്ളി, പൊന്ന് ഈ വകയിൽ അബ്രഹാം ബഹുസമ്പന്നനായിരുന്നു. നിങ്ങൾക്കും അതുപോലെ ആകാം. ഉൽപ്പത്തി പുസ്തകം 17 അവരെ കാണിച്ചു, ആവർത്തന പുസ്തകം അവരെ കാണിച്ചു. കണ്ടോ കലക്കം എന്താന്ന് മനസ്സിലായോ? കലക്കം എന്താന്ന് ചോദിച്ചാൽ, യേശുവിൽ തൃപ്തിപ്പെടാതെ, യേശുവാണ് എൻ്റെ അനുഗ്രഹമെന്ന് അതിൽ ഉറച്ച് കണ്ടന്റ് ആകാതെ, തൃപ്തിപ്പെടാതെ, യേശുവിനെ എനിക്ക് ലഭിച്ചുവെങ്കിൽ എനിക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും വലിയ അനുഗ്രഹം ലഭിച്ചു കഴിഞ്ഞു എന്ന് ചിന്തിക്കാതെ, യേശുവിനെ കിട്ടിയവരുടെ മനസ്സിൽ കലക്കം. അവർക്കിപ്പോൾ ഇത് വേണം. ഏത്? അബ്രഹാമിൻ്റെ അനുഗ്രഹം. ഏതനുഗ്രഹം? കന്നുകാലി, പൊന്ന്, വെള്ളി, ഇത് വേണം. പക്ഷേ നമ്മൾ കണ്ടല്ലോ ഗലാത്യ ലേഖനത്തിൽ, അബ്രഹാമിൻ്റെ അനുഗ്രഹം കന്നുകാലിയോ പൊന്നോ വെള്ളിയോ അല്ല, നീതീകരണമാണ് അനുഗ്രഹം. 3-ാം അധ്യായം 8-ാം വാക്യത്തിൽ കണ്ടല്ലോ. ഉൽപ്പത്തി പുസ്തകം 24-ാം അധ്യായം 35-ാം വാക്യത്തിൽ 24:35 യഹോവ എൻ്റെ യജമാനനെ ഏറ്റവും അനുഗ്രഹിച്ചു. അബ്രഹാമിനെ കുറിച്ച് പറയാ. ഇപ്പൊ യഹോവ എൻ്റെ യജമാനെ ഏറ്റവും അനുഗ്രഹിച്ചു, അവൻ മഹാനായി തീർന്നു. പഴയ നിയമത്തിലെ അനുഗ്രഹം എങ്ങനെയാണ് അളക്കപ്പെടുന്നത്? മഹാനായി തീർന്നു. എന്നിട്ട് പറയുക, അവന് ദൈവം അബ്രഹാമിന് ആട്, മാട്, പൊന്ന്, വെള്ളി, ദാസിദാസന്മാർ, ഒട്ടകങ്ങൾ, കഴുതകൾ എന്നിവയൊക്കെയും കൊടുത്തിരിക്കുന്നു. പ്രിയ ദൈവമക്കളെ, ഒരു നിമിഷം ചിന്തിക്കണം. ഈ ആവർത്തന പുസ്തകത്തിൽ ഞാൻ നിങ്ങളെ കാണിച്ചില്ലേ മോശ പറയുന്നത്, ഞാൻ നിങ്ങളുടെ മുമ്പിൽ ജീവനും ഗുണവും മരണവും ദോഷവും വെച്ചിരിക്കുന്നു. ഈ ജീവനെ തെരഞ്ഞെടുത്താൽ നീ അനുഗ്രഹിക്കപ്പെടും. പുതിയ നിയമത്തിൽ ആരെങ്കിലും ഇത് പറഞ്ഞായിരുന്നോ? ഞാൻ നിങ്ങളുടെ മുമ്പിൽ ജീവനും മരണവും വെച്ചു, ആരെങ്കിലും പറഞ്ഞായിരുന്നോ? നമ്മൾ സാധാരണ അങ്ങനെ ചിന്തിക്കത്തില്ല. നമ്മൾ ചിന്തിക്കുന്ന മുഴുവൻ കർത്താവിനോട് സംസാരിച്ച ഈ വാഗ്ദത്തം ഞാൻ ഏറ്റെടുക്കുക. വാസ്തവത്തിൽ ഈ സംഭവിച്ചത് പലയിടങ്ങളിലും ഈ ഡിസംബർ 31-ാം തീയതി രാത്രിയിൽ പ്രോമിസ് കാർഡ് എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. ചിലർ വരാത്തവർക്കും കൂടെ പ്രോമിസ് കാർഡ് എടുത്തുകൊണ്ട് പോകുന്നവരുണ്ട്. കാരണം എല്ലാം സന്തോഷിപ്പിക്കുന്ന വാക്യമാണ്. സാക്ഷ്യത്തിൻ്റെ സമയത്തും സന്തോഷിപ്പിക്കുന്നൊരു വാക്യം. ഡെയിലി മന്ന ഉണ്ട്, ഡെയിലി മന്ന. ആ പുസ്തകങ്ങളിലും സന്തോഷിപ്പിക്കുന്ന വാക്യം. എപ്പോഴാണ് ഈ വലിയ ചിത്രം ഒന്ന് കാണുന്നത്? സുവിശേഷം എന്ന് പറഞ്ഞാൽ ദൈവം വാഗ്ദത്തം ചെയ്തതിൻ്റെ നിവർത്തി. അവിടെ എന്നെ കേന്ദ്രീകരിച്ചല്ലിതിരിക്കുന്ന ദൈവത്തിൻ്റെ ഒരു പദ്ധതി. അവിടെ അനുഗ്രഹത്തിൻ്റെ നിർവചനങ്ങൾ മാറിയിരിക്കുന്നു. പുതിയ നിയമത്തിൽ ആരെങ്കിലും പറഞ്ഞോ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ജീവനും? ഒരാൾ പറഞ്ഞു.
ഈ പഴയ ആവർത്തന പുസ്തകം 30-ാം അധ്യായം 15-ാം വാക്യത്തിൽ മോശ പറഞ്ഞ അതേ വാക്കുകളുടെ സമമായി പുതിയ നിയമത്തിൽ ഒരാൾ പറഞ്ഞു, അതിനെ ഇനിയും പിടിച്ചോണ്ട് നിൽക്കരുത്, പുതിയൊരു അധ്യായം തുടങ്ങുക, ഒരു മാറ്റം വന്നിരിക്കുന്നു, ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നു. ആരാ പറഞ്ഞത്? യേശു ക്രിസ്തു. എപ്പോഴാ പറഞ്ഞത്? ഗിരിപ്രഭാഷണത്തിന്റെ അവസാനം. ഒന്ന് നോക്കൂ. ഈ ആവർത്തന പുസ്തകം 30-15 മാത്രം വായിച്ചാൽ ഈ വ്യത്യാസം കാണത്തില്ല. മോശയെക്കാട്ടിൽ ശ്രേഷ്ഠനായവൻ വന്നിരിക്കുന്നു, ദേവാലയത്തെക്കാട്ടിൽ ശ്രേഷ്ഠനായവൻ വന്നിരിക്കുന്നു. നീക്കുവാനല്ല, നിവർത്തിപ്പാനായി വന്ന യേശു ക്രിസ്തു പറയുന്നു, ഞാൻ നിങ്ങളുടെ മുമ്പിൽ പുതിയൊരു കാര്യം വെക്കുക, പുതിയ 2 മാർഗങ്ങൾ. 7-ാമത്തെ അധ്യായം അതിൻ്റെ 13-14 വാക്യങ്ങൾ. 13-ാമത്തെ, എൻറ്റർ ത്രൂ ദ നാരോ ഗേറ്റ്, ഇടുങ്ങിയ വഴിയിലൂടെ പ്രവേശിക്കുക. For wide is the gate and broad is the road that leads to destruction and many enter through it. എന്നിട്ട് 14, small is the gate and narrow the road that leads to life, only a few find it. എന്താ ഈ വാക്യങ്ങളുടെ ചുരുക്കം? ജീവങ്കലേക്ക് പോകുന്ന വാതിൽ, മരണത്തിലേക്ക് പോകുന്ന വാതിൽ. ഇതെന്തിന് സമമാ? ഇത് ആവർത്തനം 30-15 സമമാ. ഞാൻ നിങ്ങളുടെ മുമ്പിൽ ജീവനും മരണവും വെക്കുന്നു എന്ന് മോശ പറഞ്ഞു. ജീവൻ തെരഞ്ഞെടുത്താൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. എന്തോ കിട്ടും? കന്നുകാലി കിട്ടും, ആട് കിട്ടും, മാട് കിട്ടും, ഒട്ടകം കിട്ടും, ദാസന്മാർ കിട്ടും. യേശു പറയുക, ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നു വാതിൽ, ജീവന്റെ വാതിൽ. ആ ജീവന്റെ വാതിൽ കയറിയവർക്ക് പുതിയ നിയമത്തിൽ എന്തോ കിട്ടി? ആ ജീവന്റെ മാർഗത്തിലൂടെ കയറിയവരാരാ? ശിഷ്യന്മാര് കയറി. അതിൽ കയറിയ ഒരാൾ ആദ്യമേ പറഞ്ഞു, ക്രൂശില്ലാതെ നടക്കുമോ ഇത്? യേശു പറഞ്ഞു, മനുഷ്യപുത്രൻ യെരുശലേമിലേക്ക് പോവുക, അവിടെ മനുഷ്യപുത്രനെ അവർ കൊല്ലും. പത്രോസ് മാറ്റി നിർത്തി പറയുക, ഗുരു നിനക്കങ്ങനെ ഉണ്ടാകല്ലേ. ഇതാണോ അനുഗ്രഹം? ഈ ക്രൂശിൽ കയറുന്നതാണോ അനുഗ്രഹം? യേശു തിരിഞ്ഞു പറഞ്ഞ എന്താണെന്നറിയാമോ? മാറി ആവർത്തനം വെച്ച് അളക്കരുത് അനുഗ്രഹം. ഗെറ്റ് ബിഹൈൻഡ് മീ സൈറ്റൻ. വാക്കുകൾ നോക്കിയേ, പ്രയോഗം. പഴയ ഉടമ്പടിയുടെ ചിന്താഗതിയോടെ യേശുവിൻ്റെ ജീവിതം അളക്കാൻ വന്നാൽ യേശു വൻ പരാജയമാണെന്ന് പറയേണ്ടി വരും. ഇന്ന് ഒരുപാട് പേര് അത് പറയുന്നുണ്ട് കേട്ടോ, അത് വേറൊരു കാര്യമാണ്. ആവർത്തന പുസ്തകം 28 മുതൽ 30 വരെയുള്ള ആ അളവുകോലും കൊണ്ട് അപ്പോസ്തലന്മാരുടെ ജീവിതം അളക്കാൻ നിന്നാൽ ഇവരെല്ലാം പരാജയമല്ലേ? അനുസരിച്ച് അവർക്ക് എന്ത് കിട്ടി? കന്നുകാലി കൂടിയോ, ആട് കൂടിയോ, മാട് കൂടിയോ, ദാസന്മാർ കൂടിയോ, വീട് മാറിയോ? എന്തോ കിട്ടിയത്? ഉള്ളത് പോവല്ലേ ചെയ്തത്? ചിന്തിക്കൂ. അപ്പോസ്തലനായ പൗലോസ് എന്താ പറയുന്നത്? എനിക്ക് ലാഭമായിരുന്നത് ക്രിസ്തു നിമിത്തം ഛേദമെന്നെണ്ണി. 1 തെസ്സലോനിക്കർ 3-ാം അധ്യായം 3 മുതലുള്ള വാക്യങ്ങളിൽ തെസ്സലോനിക്ക വിശ്വാസികളോട് പൗലോസ് പറയുന്നത്, നിങ്ങൾ പീഡിപ്പിക്കപ്പെടുമ്പോൾ, നിങ്ങൾ ഉപദ്രവിക്കപ്പെടുമ്പോൾ ഞങ്ങൾ പറഞ്ഞില്ലേ അന്നേ നിങ്ങൾക്ക് കഷ്ടം വരുമെന്ന്. അല്ലാതെ കഷ്ടം വരുന്ന സമയത്ത് പിടിച്ചു നിൽക്ക്, 2 ആഴ്ച കഴിയുമ്പോൾ ഒരു ഉദ്ധാരണം ഞാൻ കാണുന്നു. താൽക്കാലിക ആശ്വാസത്തിന് വേണ്ടി ഇതൊക്കെ പറയാം, പക്ഷേ വലിയ ചിത്രം കാണൂ. വലിയ ചിത്രം എന്ന് പറഞ്ഞാൽ അനുഗ്രഹത്തിന്റെ അളവുകോൽ ഭൗതികമല്ല. ഇന്ന് ഈ സൂമിൽ വന്നിരിക്കുന്ന നമ്മളിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവൻ ആരാണ്? ഭൗതികമല്ല അളവുകോൽ. പഴയ നിയമത്തിൽ ഭൗതികമായിരുന്നു. ദൈവത്തിന്റെ അനുഗ്രഹം മഹാനാക്കി തീർത്തു. പുതിയ നിയമത്തിൽ സ്വർഗത്തിലെ അനുഗ്രഹം എല്ലാം നഷ്ടപ്പെടുത്തിയ പൗലോസിനെ നോക്കി നമ്മൾ എന്തോ പറയും? ശപിക്കപ്പെട്ടവൻ. അത് ആത്മാവിന്റെ പ്രവൃത്തി ഇല്ലാത്തവനാ പൗലോസിനെ നോക്കി പറയുന്നത് ശപിക്കപ്പെട്ടവൻ. ആത്മാവുള്ളവൻ പൗലോസിനെ നോക്കി പറയേണ്ടത് അനുഗ്രഹിക്കപ്പെട്ടവൻ. ഏത് വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ? മത്തായി 7-ന്റെ അടിസ്ഥാനത്തിൽ, ആവർത്തനം 30-ന്റെ അടിസ്ഥാനത്തിലല്ല. അടുത്ത ഉദാഹരണം കാണിക്കാം. പഴയ നിയമ ദുർവ്യാഖ്യാനങ്ങൾ അനുഗ്രഹത്തിന്റെ വൈകല്യ ചിത്രങ്ങൾ നമ്മളിൽ കൊണ്ടുവരുന്നു. 2-ാമത്തെ ഉദാഹരണം കാണിക്കാം. പുറപ്പാട് 23-25 എന്താ പറയുന്നത്? പുറപ്പാട് 23-25 നിങ്ങളുടെ ദൈവമായ യഹോവയെ തന്നെ സേവിപ്പീൻ. സേവിച്ചാൽ എന്തോ കിട്ടും? മുമ്പേ നമ്മൾ കണ്ടു, നടക്കുവീൻ, കൽപ്പനകളെ അനുസരിക്കുവീൻ, ഇവിടെ സേവിക്കുവീൻ. എന്നാൽ അവൻ നിന്റെ അപ്പത്തെയും വെള്ളത്തെയും അനുഗ്രഹിക്കും. മെറ്റീരിയൽ. ഞാൻ രോഗങ്ങളെ നിന്റെ നടുവിൽ നിന്ന് അകറ്റിക്കളയും. നിഷ്പക്ഷമായ ചോദ്യം.
ഈ വാക്യം എന്തുകൊണ്ട് യാഥാർത്ഥ്യമായി ദൈവസഭകളിൽ വിശ്വാസികളിൽ നടക്കുന്നില്ല? എന്തുകൊണ്ട്? അല്ല പാസ്റ്റർ നടക്കുന്നില്ല, എന്തോ പറയുന്നത്? നടക്കുന്നുണ്ടല്ലോ. യെസ്, ദൈവത്തിൻ്റെ ഹിതപ്രകാരം രോഗസൗഖ്യം നടക്കുന്നു. പക്ഷെ ഇവിടുത്തെ വാഗ്ദത്തം എന്താ? ഇവിടുത്തെ വാഗ്ദത്തം അനുസരിക്കുകയാണെങ്കിൽ, യഹോവയെ സേവിക്കുകയാണെങ്കിൽ, ഞാൻ രോഗങ്ങളെ നിന്റെ നടുവിൽ നിന്ന് അകറ്റിക്കളയും, മറ്റുള്ളവർക്ക് വരുന്ന ബാധകൾ നിനക്ക് വരികയില്ല. അതാ ഞാൻ ഈ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. പലരും പഴയ നിയമത്തിൻ്റെ വൈകല്യമായ ചിന്തകൾ കൊണ്ട് പ്രസംഗിച്ചു ആദ്യ ദിവസങ്ങളിൽ കൊറോണ വൈറസും വരത്തില്ലെന്ന്. കാരണം സങ്കീർത്തനം 91 എഴുതിയിട്ടുണ്ട്, പുറപ്പാടിൽ എഴുതിയിട്ടുണ്ട്. പക്ഷെ ഇപ്പം എന്തോ ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പം എന്താ മാറിയെന്ന് ചോദിച്ചാൽ രോഗസൗഖ്യം മാറിയിട്ടില്ല. യേശു രോഗികളെ സൗഖ്യമാക്കി. യാക്കോബിൻ്റെ ലേഖനം 5-ാം അധ്യായം രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പക്ഷേ ദൈവത്തിൻ്റെ ഹിതമെന്നൊരു കാര്യം പുതിയ നിയമത്തിൽ ഇങ്ങ് മുമ്പിൽ വന്നു. പഴയ നിയമത്തിൽ ദൈവത്തിൻ്റെ ഹിതം എന്താണെന്നറിയാമോ? സൗഖ്യം, അത്രേ ഉള്ളൂ. പഴയ നിയമത്തിൽ ദൈവത്തിൻ്റെ ഹിതം എന്താണെന്നറിയാമോ? സമൃദ്ധി, അത്രേ ഉള്ളൂ. പുതിയ നിയമത്തിൽ ദൈവത്തിൻ്റെ ഹിതമെന്ന് പറയുന്ന കാര്യം ഒരു പുതിയ കാഴ്ചപ്പാട് കൊണ്ടുവന്നു. അതെ, അതിൻ്റെ ഉത്തമ മാതൃക ആരാന്ന് ചോദിച്ചാൽ ഗെത്സമന തോട്ടത്തിൽ പ്രാർത്ഥിക്കുന്ന യേശു. ലെറ്റ് നോട്ട് മൈ വിൽ, എൻ്റെ ഇഷ്ടം നടക്കരുതേ, അങ്ങയുടെ ഇഷ്ടം, അങ്ങയുടെ ഇഷ്ടം. അങ്ങയുടെ ഇഷ്ടം എന്താ? ക്രൂശ്. കർത്തൃപ്രാർത്ഥനയിലെ ആദ്യത്തെ വാക്കുകൾ എന്താ? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ എൻ്റെ ജീവിതത്തിൽ. ആ ദൈവത്തിൻ്റെ ഇഷ്ടം രോഗസൗഖ്യമാകാം, ചില സന്ദർഭങ്ങളിൽ രോഗശയ്യയാകാം. അയ്യോ, യേശു രോഗം തരുമോ? തരത്തില്ല, അനുവദിച്ചേക്കാം. വിശ്വാസത്തിൻ്റെ പരിശോധനയ്ക്കായി. വിശ്വാസത്തിൻ്റെ ആ പത്രോസിൻ്റെ ഭാഷയെ പറഞ്ഞാൽ അത് തീയിൽ ഊതിക്കഴിച്ചതുപോലെ അതിൻ്റെ ആ മേന്മയൊന്ന് തെളിവാകാൻ. ഈ പഴയ നിയമം പുതിയ നിയമം കൂടെ കൂട്ടിക്കലർത്തുന്നവർ എഴുതുന്ന പാട്ടാ. രോഗം വരത്തില്ല, രോഗം വരത്തില്ല, വ്യാധി വരത്തില്ല. ഈ വെളിപ്പാടുള്ളവർ മാറിയിട്ടുണ്ട് ഉടമ്പടി അല്ലേ? രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം, പക്ഷെ ദൈവത്തിൻ്റെ ഹിതത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കണം. അത് മനസ്സിലായവരെന്തോ എഴുതിയെന്നറിയാമോ? രോഗശയ്യയിൽ എൻ കൂടെയിരിക്കുന്ന ദൈവത്തിനു സ്തോത്രം, ഇന്നും എന്നേക്കും എൻ്റെ ദൈവത്തിനു സ്തോത്രം. അതെവിടെ കിട്ടിയ ആ വെളിപ്പാട്? പഴയ നിയമത്തിലെ ഒറ്റയാളത് പാടത്തില്ല. രോഗശയ്യയിൽ എൻ കൂടെയിരിക്കുന്ന, അവർക്ക് രോഗസൗഖ്യത്തെക്കുറിച്ചേ അറിയത്തുള്ളൂ. അപ്പോഴത്തെ ആ പാട്ട്, രോഗമെന്നെ പിടിച്ചൻ ദേഹം ക്ഷയിച്ചാലുമേ വേഗം വരുമെന്നതൻ ദേഹം പുതുതാക്കിടാൻ. പഴയ നിയമത്തിലെ ആർക്കെങ്കിലും ഇത് പാടാമോ? കാരണം എഴുതി വെച്ചിരിക്കുകയല്ലേ, യഹോവയെ സേവിപ്പീൻ, അവൻ രോഗങ്ങളെ അകറ്റും. ഇതെവിടെ കിട്ടി ഈ വെളിപ്പാട്? രോഗമെന്നെ പിടിച്ചൻ ദേഹം ക്ഷയിച്ചാലുമേ. ഞാൻ ഉദ്ദേശിക്കുന്ന പോലെ സൗഖ്യം വന്നില്ലെങ്കിലും ക്രിസ്തു കേന്ദ്രീകൃതമായ ജീവിതം എന്ന് പറഞ്ഞാൽ പഴയ നിയമ ദുർവ്യാഖ്യാനപ്പെടുത്താതെ യേശുവിലൂടെ ഒന്ന് നോക്കണം. യേശുവിനെ നോക്കുമ്പോൾ എന്തോ പറ്റും? ഈ സൂമിലൂടെ എന്നെ കേൾക്കുന്നവരെ, രോഗത്താൽ ഭാരപ്പെടുന്നവർ ഇതിനകത്ത് കണ്ടേക്കാം. വിവിധ തരം ചോദ്യചിഹ്നങ്ങളുമായി ഇതിനകത്ത് ഇരിക്കുന്നവർ കണ്ടേക്കാം. ദുർവ്യാഖ്യാനങ്ങളിൽ പെട്ടുപോകുമ്പോൾ സംശയങ്ങൾ ഉണ്ടാകും, ചോദ്യചിഹ്നങ്ങൾ ഉണ്ടാകും. കൂടിരുന്ന് പ്രാർത്ഥിക്കുന്നവർ പോലും. ഇന്നത്തെ ദിവസം ഒരു വിശ്വാസിയെക്കുറിച്ച് പറഞ്ഞൊരു കമൻറ്റ് ഞാൻ കേട്ടു. നിങ്ങളുടെ കുടുംബത്തിൽ മാത്രം എന്താ ഇങ്ങനെ? നിന്റെ കുടുംബത്തിൽ മാത്രം എന്താ ഇങ്ങനെ? അത് ചോദ്യം കേൾക്കുമ്പോഴേ നമ്മൾ താഴെ പോകും. പക്ഷെ അങ്ങനെ ആരെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചിട്ടുണ്ടെങ്കിൽ, അയ്യോ ഇവർ എന്തോ പ്രശ്നമുണ്ട് കേട്ടോ. പൗലോസിൻ്റെയൊക്കെ ജീവിതം അപ്പം നോക്കിയാൽ എന്തൊക്കെയാ പറയേണ്ടത്? ഒരിടത്ത് അടി, ഇങ്ങോട്ട് പോകുന്ന കപ്പൽ ഛേദം, അങ്ങോട്ട് പോകുന്ന അടുത്ത പ്രശ്നം. എങ്ങനെയാ അവർ പിടിച്ചു നിന്നേന്നറിയാമോ? സീക്രട്ട് ഞാൻ പറയാം. സീക്രട്ട് എബ്രായർ 12:2. സീക്രട്ട് പുറപ്പാട് മാത്രം വായിച്ചാൽ കിട്ടൂല. സീക്രട്ട് ആവർത്തനം മാത്രം വായിച്ചാൽ കിട്ടൂല. യേശുവിങ്കലേക്കൊന്ന് വരുമ്പോ 12-ാം അധ്യായം 2-ാം വാക്യത്തിൽ പറയുന്നു, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. ക്രിസ്തു കേന്ദ്രീകൃതമായ ജീവിതം എന്ന് പറഞ്ഞാൽ യേശുവിനെ നോക്കുക. തൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന സന്തോഷം ഓർത്ത്. വിശ്വാസി സമൂഹമേ, രോഗത്താൽ ഭാരപ്പെടുന്നവരെന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, വിവിധതരം
പ്രതികൂലങ്ങൾ എന്നിലൂടെ പോകുന്നവർ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ പ്രതികൂലം മാറ്റാൻ യേശുവിന് കഴിയും, അതിന് സംശയമില്ല. എന്നാൽ പ്രതികൂലത്തിലൂടെ കടന്നു പോകണമെന്ന് തിരുഹിതമാണെങ്കിൽ, ദൈവഹിതപ്രകാരമുള്ള കഷ്ടങ്ങൾ ഉണ്ട് എന്നുള്ള വെളിപ്പാട് ഇന്ന് രാത്രി ലഭിക്കുമ്പോൾ എങ്ങനെ ചെയ്യണം, എങ്ങനെ ഈ മരുഭൂമി യാത്രയിൽ മുമ്പോട്ട് പോകാം? തൻ്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി. എന്നെ കേൾക്കുന്ന നിങ്ങൾ ചിലത് അലക്ഷ്യമാക്കണം. എന്നിട്ട് എന്താ? ക്രൂശിനെ സഹിച്ചു. അപ്പോസ്തലന്മാർ കൂടെ പ്രാർത്ഥിച്ച എന്തിനു വേണ്ടിയാണെന്നറിയാമോ? വിശ്വാസികൾക്ക് സഹനം നൽകണമേ, എൻഡ്യൂറൻസ് നൽകണമേ. 2 തെസ്സലോനിക്കർ 1:3 മുതലുള്ള വാക്യങ്ങളിൽ എൻഡ്യൂറൻസ്, കൊലോസ് ലേഖനം 1:12-13 വാക്യങ്ങളിൽ എൻഡ്യൂറൻസ്, സ്ഥിരത കൊടുക്കണമേ. കഷ്ടത സഹിഷ്ണുതയും, സഹിഷ്ണുത സിദ്ധതയും, സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു. റോമാലേഖനം 5-ാം അധ്യായം 3 മുതലുള്ള വാക്യങ്ങൾ, 5-ാമത്തെ വാക്യം. വലിയ വ്യത്യാസം വന്നിരിക്കുന്നു. അല്ലാതെ കഷ്ടം വരുമ്പോഴേ ആവർത്തന പുസ്തകം വായിച്ചാ ഇത് യഹോവയെ സേവിക്കാത്തത് കൊണ്ടാണ് കഷ്ടം വന്നത്, ഇത് അവൻ്റെ വഴികളിൽ നടക്കാത്തത് കൊണ്ടാണ് കഷ്ടം വന്നത്. കൂട്ടിക്കലർത്തരുതേ, കലക്കരുതേ. ദൈവഹിതപ്രകാരം കഷ്ടങ്ങൾ വന്നേക്കാം. ആ സമയത്ത് ഇത് തൻ്റെ മുമ്പിൽ വെച്ച സന്തോഷം ഓർത്തതുപോലെ, നോഹ കാണാത്തവയെ കുറിച്ച് കണ്ടതുപോലെ, ഈ ശരീരത്തിന്, നിങ്ങളുടെ ശരീരത്തിന് വീണ്ടെടുപ്പ് കിട്ടിയിട്ടില്ല. ഇത് താഴ്ചയുള്ള ശരീരമാണ്. ഈ താഴ്ചയുള്ള ശരീരം മഹത്വത്തെ ധരിക്കുന്ന ഒരു ദിവസം വരും. ഈ മൺമയമായത് വിൺമയമായി രൂപാന്തരപ്പെടുന്ന ഒരു ദിവസം വരും. അതിനുവേണ്ടി കാത്തിരുന്ന ആ പ്രത്യാശയാൽ ഇന്ന് വിശ്വാസത്തിന്റെ സ്ഥിരതയിൽ കാണപ്പെടുന്ന അതാ ക്രിസ്തു കേന്ദ്രീകൃത ജീവിതം. യേശുവിനെ നോക്കാത്ത ഒരാള് തകർന്ന് തരിപ്പണമായി പോകും കഷ്ടതയിൽ. കഷ്ടതയെക്കുറിച്ച് ഒരു സെൻസും ഉണ്ടാക്കാനൊക്കത്തില്ല യേശു കേന്ദ്രീകൃതമായ ജീവിതം ഇല്ലാത്തൊരാൾക്ക്. യേശു കേന്ദ്രീകൃതമാണെങ്കിൽ കഷ്ടതയിലൂടെ പോകുമ്പോൾ പുറപ്പാട് വായിച്ചോ, ആവർത്തനം വായിച്ചോ, പക്ഷെ യേശുവിനെയും കൂടെ നോക്കണം. യേശുവിനെ നോക്കുമ്പോൾ ആ ക്രൂശ് കാണും. ആ ക്രൂശിൽ നിന്നൊരു ശബ്ദം, ആ ക്രൂശിലൊരു ചിത്രം കാണുക. തൻ്റെ മുമ്പിൽ വെച്ച സന്തോഷം ഓർത്ത് അവൻ ക്രൂശിനെ സഹിച്ചു, അപമാനം അലക്ഷ്യമാക്കി. എന്നിട്ട് എന്താ അടുത്ത വാക്യം? നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു മടുക്കാതിരിപ്പാൻ. എന്നെ കേൾക്കുന്ന നിങ്ങൾ, ക്രിസ്തു കേന്ദ്രീകൃതമായ ജീവിതം കഴിഞ്ഞ 2 ദിവസം പഠിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾ, നിങ്ങളുടെ ഹൃദയം ക്ഷീണിച്ചു പോകാതിരിക്കാൻ, നിങ്ങളുടെ ഹൃദയം മടുത്തു പോകാതിരിക്കാൻ പഴയ നിയമം മാത്രം വായിച്ചാൽ പോരാ, യേശുവിങ്കലോടൊന്ന് വരണം. ആ യേശുവിൻ്റെ ജീവിതം ഒന്ന് അപഗ്രഥിക്കണം, അതൊന്ന് പഠിക്കണം. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു മടുക്കാതിരിക്കാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചുകൊള്ളുവീൻ. കഷ്ടതയെ അതിജീവിക്കാനുള്ള മാർഗം എന്താ? യേശുവിനെ ധ്യാനിച്ചാൽ മതി. അതുകൊണ്ടല്ലേ പാട്ടുകാർ ഈ വെളിപ്പാടുള്ളവർ എഴുതിയത്. വേണ്ടും പോലെ ഗ്രാഹ്യമില്ലാത്തവർ എന്തൊക്കെ എഴുതിയെന്നുള്ളത് അവരവർക്കേ അറിയത്തുള്ളൂ. കേൾക്കുമ്പോൾ ഒരു സുഖമാണ്, പാടുന്നവർക്ക് ഒരു സന്തോഷമാണ്, പക്ഷേ തീച്ചൂളയിലൂടെ പോകുന്നവർക്ക് അതൊരു ചോദ്യചിഹ്നമാണ്. ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയവർ എഴുതുമ്പോൾ, യേശുവേ നിന്റെ രൂപമീ എൻ്റെ കണ്ണുകൾക്ക് എത്ര സൗന്ദര്യം, ശിഷ്യനാകുന്ന എന്നെയും അങ്ങേ പോലെ ആക്കണം മുഴുവൻ. ഈ വെളിപ്പാടുള്ളവർ എഴുതുന്ന എന്തുവാ? യേശുവെ പോലെ ആകുവാൻ, യേശുവിൻ വാക്ക് കേൾക്കുവാൻ. വേറൊരു പാട്ടിൻ്റെ മനസ്സിൽ ഓടി വരിക കഷ്ടതയെക്കുറിച്ച്. കഷ്ടനഷ്ടമേറി വന്നാൽ, അയ്യോ, ഈ 3 ദിവസത്തെ സ്റ്റഡിയുടെ അവസാന ദിവസം, അവസാന മിനിറ്റുകളിൽ ഈ പാട്ട് പാടിയാണോ അവസാനിപ്പിക്കേണ്ടത്? യേശുവിനെ നോക്കിയാൽ മതി. ആവർത്തന പുസ്തകവും പുറപ്പാട് പുസ്തകവും മാത്രം വായിക്കുമ്പോൾ ഈ പാട്ട് വലിയ സെൻസ് ഉണ്ടാക്കത്തില്ല. യേശുവിനെയും അപ്പോസ്തലന്മാരെയും നോക്കുമ്പോൾ, ക്രിസ്തു കേന്ദ്രീകൃതമായ ജീവിതത്തെ നോക്കുമ്പോൾ, കഷ്ടനഷ്ടമേറി വന്നാൽ ഭാഗ്യവാനായി തീരുന്നു ഞാൻ, കഷ്ടമേറ്റ കർത്താവോടു കൂട്ടാളിയായി തീരുന്നു ഞാൻ. കഷ്ടം വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? യേശുവിനോട് ഞാൻ കൂട്ടാളിയാകുകയാണെന്ന്. ഫിലിപ്പിയ ലേഖനം 3:10 ഇതല്ലേ പറഞ്ഞേ? കഷ്ടാനുഭവങ്ങളിൽ ഒരു കൂട്ടായ്മ എനിക്ക് വേണം. ഫിലിപ്പിയ ലേഖനം 3:10 ഇന്ന് രാത്രി പറയാനുള്ള സമയമില്ല, പക്ഷെ എല്ലാവരും വായിക്കണമേ. പൗലോസ് സഭകൾ സ്ഥാപിച്ച പൗലോസ് പറയുക, എനിക്ക് യേശുവിനെ അറിയണം. യേശു എന്ന വ്യക്തി, ക്രൈസ്റ്റ് സെന്റേർഡ് ലൈഫ്.
കഷ്ടതയിലൂടെ പോകുമ്പോൾ അപ്പോസ്തലൻ പറയുക, എനിക്ക് അവനെ അറിയണം, അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തി, കഷ്ടാനുഭവങ്ങളിലെ കൂട്ടായ്മ, മരണത്തിൽ എനിക്ക് അവന് അനുരൂപമാകണമെന്ന്. എന്തോ വെളിപ്പാടാ! യേശുവെന്ന ജീവിതം മാതൃകയായി വരികയാണ്. ഒരു സങ്കടകരമായ യാഥാർത്ഥ്യം ഞാൻ പറയാം. വിശ്വാസി സമൂഹത്തിൽ പൊതുവെ യേശുവിനെ വേണ്ടിയത് 3 അവസരങ്ങളിലാണ്. എപ്പോഴൊക്കെയാണെന്നറിയാമോ കൂടുതൽ യേശുവിനെ വേണ്ടിയത്? ഒന്ന്, സ്നാനജലം. രക്ഷിക്കപ്പെടുന്നുണ്ട്, ഓഫ് കോഴ്സ്. യേശുവിനെ കർത്താവെന്ന് വായുകൊണ്ട് ഏറ്റു പറഞ്ഞു, ഡേറ്റ് എഴുതിയിട്ടു. മുങ്ങിപ്പൊങ്ങാൻ നേരം യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി നീ വിശ്വസിക്കുന്നുവോ? സ്നാനപ്പെടുത്തുന്ന സമയം യേശുവിനെ ഉയർത്തുക. രണ്ടാമത് ഉയർത്തുന്ന പ്രധാന സമയമാണ് കർത്തൃമേശ. ക്രൂശിക്കപ്പെട്ട യേശുവിലൂടെ ഒരു പുതിയ വാതിൽ നമുക്ക് ഒരുങ്ങി വന്നു. നീതീകരണത്തെക്കുറിച്ച് പറയുന്നു, ധ്യാനിക്കുന്നു. പിന്നെ യേശുവിനെ വരേണ്ടത് എപ്പോഴാണെന്നറിയാമോ? യേശുവിനെ വേണ്ടിയത് മരണം. യേശു പറഞ്ഞിരിക്കുന്നു, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങൾ. വാസ്തവത്തിൽ ഇതെല്ലാം ഇമ്പോർട്ടൻ്റാണ്. യേശുവിനെ കർത്താവെന്ന് വാഗൊണ്ട് ഏറ്റു പറയണം. ജലസ്നാനത്തിൽ യേശുവിൻ്റെ ജീവിതത്തെക്കുറിച്ച് പറയണം. കർത്തൃമേശയിൽ യേശുവിനെ ധ്യാനിക്കണം. ആ ഫ്യൂണറൽ ശുശ്രൂഷ. പക്ഷെ ഇതിൻ്റെ ഇടയ്ക്ക് യേശു മാതൃകാ പുരുഷനാകണം ജീവിതത്തിൽ. അത് നടക്കുന്നില്ല. ജീസസ് മോഡലാകുന്നില്ല. യേശു കേന്ദ്രീകൃതമായ ജീവിതം എന്ന് പറഞ്ഞാൽ ക്രൈസ്റ്റ് ഈസ് ബിക്കമിങ് യുവർ മോഡൽ, നോട്ട് എലൈജ, നോട്ട് മോസസ്, നോട്ട് എനി ഓൾഡ് ടെസ്റ്റ്മെന്റ് സെയിൻസ്. ജീസസ് ഈസ് ബിക്കമിങ് യുവർ മോഡൽ, മൈ മോഡൽ. അതാ ക്രിസ്തു കേന്ദ്രീകൃതമായ ജീവിതം എന്ന് പറഞ്ഞാൽ. യേശുവിൻ്റെ ജീവിതം എനിക്കൊരു മാതൃകയായി വരിക. യേശു ക്രിസ്തുവിന് തിന്മ ഭവിച്ചു, അപ്പം ഞാനും അത് പ്രതീക്ഷിക്കണം. അതല്ലേ യേശു പറഞ്ഞത്? എൻ്റെ പുറകെ വന്നാൽ എന്നോടിതാ ചെയ്യുന്നതെങ്കിൽ നിങ്ങളോട് ഇതിനെക്കാട്ടിൽ അപ്പുറം ചെയ്യും. അതുകൊണ്ടാ പറഞ്ഞ് എന്നെ ധ്യാനിച്ചാൽ മതി. അതുകൊണ്ടാ പൗലോസ് പറഞ്ഞത്, എന്നെ അനുകരിപ്പീൻ, ഞാൻ യേശുവിനെ അനുഗമിക്കുന്നത് പോലെ, അനുകരിക്കുന്നത് പോലെ നിങ്ങൾ എന്നെ അനുകരിപ്പീൻ. ഇത് നിറഞ്ഞു കിടക്കല്ലേ ബൈബിളിൽ. 1 പത്രോസ് 2 എഴുതിയിരിക്കുന്നത് എന്താ? ക്രിസ്തു ഒരു നല്ല മാതൃക വെച്ചേച്ച് പോയിരിക്കുന്നു. നിങ്ങൾ അവൻ്റെ പാതയിൽ, ഏത് പാതയിൽ? കഷ്ടത്തിൻ്റെ പാതയിലൂടെ നിങ്ങൾ നടക്കണം. നല്ല ഒരു മോഡലാണ് യേശു. എഫേസ്യ ലേഖനം 3 എന്താ പറയുന്നത്? 16 മുതലുള്ള വാക്യങ്ങളിൽ, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിൽ കൊണ്ടുവന്ന്, യേശു, മേ ക്രൈസ്റ്റ് ഡ്വെൽ ഇൻ യുവർ ഹാർട്ട്സ്, യേശു നിങ്ങളുടെ ഉള്ളിൽ വസിക്കട്ടെ എന്ന് പറഞ്ഞാൽ യേശു നിങ്ങളുടെ കേന്ദ്ര ബിന്ദുവാകട്ടെ. പണം എങ്ങനെ ചെലവഴിക്കണം? യേശുവിൽ നോക്കുക. എങ്ങനെ കഷ്ടങ്ങളെ അതിജീവിക്കണം? യേശുവിനെ നോക്കുക. പഴയ നിയമം വായിക്കുമ്പോൾ ആ വലിയ വെളിപ്പാടോടെ വായിക്കുക, യേശുവിലൂടെ വായിക്കുക, യേശുവിനെ കാണാൻ വായിക്കുക. പ്രിയ ദൈവമക്കളെ, സമയം അതിവേഗം പോകുന്നു. അപ്പം കഷ്ടതയെ അതിജീവിക്കണമെങ്കിൽ യേശുവിനെ വേണം. 2, ഈ സഭയ്ക്കകത്തും ആത്മീക ഗോളത്തിലും ആത്മീക ജീവിതത്തിലും ആത്മീകനായി ജീവിക്കണമെങ്കിൽ, നിങ്ങളും കണ്ടിട്ടുണ്ട്, ഞാൻ ഒരുപോലെ കണ്ടിട്ടുണ്ട്, ചിലർക്ക് ഒരു രൂപാന്തരവും ഇല്ല. രക്ഷിക്കപ്പെട്ടോ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടോ സ്നാനപ്പെട്ടു. പുകവലിക്കുന്ന വിശ്വാസികൾ, നിങ്ങൾക്ക് വിശ്വസിക്കാമോ എന്നെനിക്കറിയില്ല, സ്വന്തം ശരീരത്തെ ഹനിക്കുന്ന രീതിയിൽ പുകവലി. അപ്പോൾ അതിനെ എല്ലാവരും ന്യായീകരിക്കുകയാണ്, ഒരു ബലഹീനതയാണ്, ഒരു ബലഹീനതയാണ്. ചിലരുടെ ബലഹീനതയുടെ പുകവലിയല്ല, അല്ലെങ്കിൽ മദ്യപാനമല്ല, ദുർനടപ്പ്. ദുർനടപ്പുകാർ സഭയിലുണ്ടോ? കൊരിന്ത് സഭയിലുണ്ടായിരുന്നു, പൗലോസ് ശുശ്രൂഷിച്ച സഭയിൽ. അങ്ങനെയാണെങ്കിൽ ഇന്ന് തീർച്ചയായിട്ടും കാണുമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. 1 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായം, ദുർനടപ്പുകാരൻ സഭയിൽ ഇരിക്കുമ്പോൾ പൗലോസ് പറയുക, അസാരം പുളിമാവ് പിണ്ടത്തെ മുഴുവൻ പുളിപ്പിച്ച് കളയും, ഇതിനെ എടുത്ത് മാറ്റണം. ഞാൻ പറയുന്നത് ഇതെന്താണെന്നറിയാമോ? ഇത് കൂടി വരുന്നേ ജഡീകരെന്താ സഭയിൽ വർദ്ധിക്കുന്നത്? എന്താന്ന് ചോദിച്ചാൽ ക്രൈസ്റ്റ് സെൻറ്റേഡ് പ്രീച്ചിങ് ഇല്ലാത്തതുകൊണ്ടാണ്. ക്രിസ്തു കേന്ദ്രീകൃതമായ പ്രസംഗങ്ങൾ നടക്കുന്നില്ല. അതുകൊണ്ടാണ്. നിങ്ങളൊന്ന് എടുത്തു നോക്കി, ഒരു 10 പ്രസംഗം കേൾക്കൂ. 10 പ്രസംഗം ഒന്നും വേണ്ട, കഴിഞ്ഞ് നിങ്ങൾ കേട്ട 10 പ്രസംഗങ്ങൾ, ടെലിവിഷനിലോ യൂട്യൂബിലോ കേട്ട 10 പ്രസംഗങ്ങൾ, ഇതിൽ എത്ര എണ്ണം യേശു കേന്ദ്രീകൃതമായിരുന്നു? 10-ൽ 8 എണ്ണം കിട്ടിയാൽ എനിക്കതിന് വാക്കുകളില്ല. പക്ഷേ സാധാരണഗതിയിൽ ഒരു 5 എണ്ണം പോലും കിട്ടത്തില്ല. പിന്നെ എന്തോ കിട്ടിയത്? പിന്നെ കിട്ടിയത് ദാവീദ് ഗോലിയാത്തിനെ എറിയുന്നു, 5 കല്ലുകൾ എടുക്കുന്നു, 5 കല്ലുകൾ നിന്റെ കയ്യിൽ തന്നിരിക്കുന്നു, ഗോലിയാത്ത് ഇന്ന് താഴെ വീഴുന്നു, എരികോ മതിലിൻ്റെ ചുറ്റിനും നടക്കുക. ഇതല്ലേ ഈ കേൾക്കുന്നത്?
ഉണങ്ങിയ നിലം കാണുന്നു. ഇത് കേൾക്കുന്നവർക്ക് എങ്ങനെ യേശുവിനെ കാണാൻ ഒക്കും? ഇത് കേൾക്കുന്നവർ സഭയ്ക്കകത്തിരുന്ന് ജഡീകരായി മാറുന്നത് അവർ ചലഞ്ച്ഡ് ആവുന്നില്ലല്ലോ, മോഡലായ യേശുവിനെ കാണുന്നില്ലല്ലോ. എഫെസസിലുള്ള സഭയിലെ ഈ കള്ളം പറയുന്നവരൊക്കെ സഭയ്ക്കകത്ത്, ഈ നാക്കിന് ബെല്ലും ബ്രേക്കും ഇല്ലാതെ ബോഷ്ക്ക് പറയുന്നവരെല്ലാം വന്നപ്പം പൗലോസ് എന്താണെന്നറിയാമോ തിരിച്ചു പറഞ്ഞേ? എഫേസ്യ ലേഖനം 4-ാം അധ്യായം 19, 20, 21 വാക്യം വായിച്ചു വിടാനേ ഉള്ളു സമയം. നമ്മുടെ സമയം കഴിയുകയാണ്. എത്തിക്സിന് വേണ്ടി, സ്വഭാവ രൂപീകരണത്തിന് വേണ്ടി യേശു കേന്ദ്രീകൃതമായ ജീവിതം വേണം, ഇല്ല വലിയ തകിടം മറിയും. 4:19 മനം തഴമ്പിച്ചു പോയവരാകിയാൽ അത്യാഗ്രഹത്തോടെ സകല അശുദ്ധിയും പ്രവർത്തിപ്പാൻ ദുഷ്കാമത്തിന് തങ്ങളെ തന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. എന്നിട്ട് പറയുക 20-ാം വാക്യം, വിശ്വാസികളെ നിങ്ങളോ യേശുവിൽ സത്യമുള്ളതുപോലെ അവനെക്കുറിച്ച് കേട്ട് അവനിൽ ഉപദേശം ലഭിച്ചു എങ്കിൽ. ആരെക്കുറിച്ചാ കേൾക്കേണ്ടത് സഭയിൽ? യേശുവിനെ കുറിച്ച്. ആരെക്കുറിച്ചാ ഉപദേശം? യേശുവിൽ ഉപദേശം ലഭിക്കണം എങ്കിൽ. 21-ാം വാക്യം, ക്രിസ്തുവിനെ കുറിച്ച് ഇങ്ങനെയല്ല പഠിച്ചത്. ആ വാക്ക് ശ്രദ്ധിച്ചോ? താഴോട്ടുള്ള വാക്യങ്ങൾ വായിക്കാൻ സമയമില്ല, വായിക്കണം. അവിടെ പറയുന്നത് നാവിനെ നിയന്ത്രിക്കുന്നതിനെ കുറിച്ചാണ്. നമ്മുടെ സഭയിൽ എന്താ ഈ ജഡീകരുടെ എണ്ണം കൂടുന്നത്? എന്താ പുതിയ തലമുറയ്ക്ക് വസ്ത്രധാരണത്തെക്കുറിച്ച് ഒരു ബോധ്യവും ഇല്ല. അവരേത് തരത്തിൽ മൊബൈൽ എങ്ങനെ ഉപയോഗിക്കണം ഒരു നിയന്ത്രണവും ഇല്ല. എന്താ കാര്യം? എന്താ കാര്യം ചോദിച്ചാൽ യേശുവിനെ പഠിച്ചില്ല. പിന്നെ എന്തോ പഠിച്ചത്? സങ്കീർത്തനം വായിച്ചു, രാവിലെ വായിച്ചു, വൈകിട്ട് വായിച്ചു. യേശുവിനെ ഒന്ന് പഠിക്കണം, യേശുവിൻ്റെ ജീവിത ശൈലിയുമായി ചേരണം. സങ്കീർത്തനം വായിക്കൂ, സദൃശ്യവാക്യം വായിക്കൂ, യേശുവിനെയും കൂടെ പഠിക്കൂ. യേശുവിനെ പഠിക്കാതിരുന്നാൽ എന്തോ കുറവുണ്ട് അതിൽ. അത് വെളിപ്പെടും, അവിടെ ഇവിടെയായിട്ട് വെളിപ്പെടും. യേശുവിനെ കണ്ടവൻ്റെ ജീവിതശൈലി കണ്ടാൽ അറിയാം. യേശുവിനെ ഏറ്റുമുട്ടൽ നടന്നവൻ്റെ ജീവിത സ്വപ്നങ്ങൾ കണ്ടാൽ അറിയാം. അവസാനത്തെ ഒരു വാക്യം വായിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. യേശു കേന്ദ്രീകൃതമായ ജീവിതം എന്ന് പറഞ്ഞാൽ കഷ്ടത അതിജീവിക്കാൻ സഹായിക്കുന്ന ജീവിത മാതൃക, സ്വഭാവ രൂപീകരണം. മാതൃക യേശുവാ, യേശുവിനെയാ പഠിക്കേണ്ടത്. മൂന്നാമത്തെ ഒരു വലിയ ഇഷ്യൂവാ, അത് 1 മിനിറ്റിൽ പറയാം. അത് തൊട്ടാൽ അത് വലിയ പ്രശ്നമാണ്. ചിലർക്ക് ഈ ആത്മീകതയിലെ വചനത്തിൽ തൃപ്തിയില്ലാത്തവരുണ്ട്. വചനവും വചന ശുശ്രൂഷയൊന്നും അല്ല വേണ്ടിയത്. എന്താ വേണ്ടിയെന്ന് ചോദിച്ചാൽ, ഇപ്പം കിട്ടിയത് വല്ലതും ഉണ്ടോ? ഇപ്പം കിട്ടിയത് ആരെങ്കിലും ന്യായമായി വചനം ശുശ്രൂഷിക്കുന്ന വാക്യം വായിക്കുമ്പോഴേ ഇന്നത്തെ ചിന്തയ്ക്കായി യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിലേക്ക് തിരിക്കാമെന്ന് പറയുമ്പോഴേ ബൈബിൾ ഇങ്ങനെ അടയ്ക്കുക, തുറന്നു വെച്ചാളങ്ങ് അടയ്ക്കുക. ചിലരെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ബൈബിൾ വായിക്കുന്ന എപ്പോഴാണെന്ന് ചോദിച്ചാൽ എല്ലാവരും പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോൾ തുറന്ന് വായിക്കുക. അതൊക്കെ ഒരു പ്രത്യേക അസുഖം തന്നെയാണ്. അതെന്താന്ന് ചോദിച്ചാൽ കൊലോസ്യ ലേഖനത്തിലുണ്ടത്. അതിലേക്ക് ഞാൻ ഇപ്പോൾ പോകാനൊക്കത്തില്ല. പക്ഷെ ഒരു കാര്യം പറയാം, പലരുടെ ആത്മീയതയെന്ന് പറഞ്ഞാൽ അവർ ചിന്തിക്കുന്നത് ഞങ്ങൾ ഏതോ വേറെ ലെവലിലാണ്. വിശ്വാസികൾക്ക് ആർക്കും മനസ്സിലാകാത്തൊരു ലെവൽ. ശുശ്രൂഷിക്കുന്ന പാസ്റ്റർക്കോ കൃപയില്ല. പുള്ളി വചനം തുറന്ന് എന്തോ പറയുന്നു, ഞങ്ങൾ മുഴുവൻ വെളിപ്പാടിൻ്റെ ഒരു മണ്ഡലത്തിലാണ്. ആ വാക്ക് കിട്ടാതിരിക്കുകയായിരുന്നു, ഒരു മണ്ഡലം. ഈ മണ്ഡലം സൂക്ഷിച്ചോണം. കാരണം കൊലോസ്യ ലേഖനം 2-ാം അധ്യായം 16-17 വാക്യങ്ങളിൽ എഴുതിയിട്ടുണ്ട് ഇതിനെക്കുറിച്ച്. ഈ പൂർണ്ണത വരുന്നത് എങ്ങനെയാണ്? ആത്മീക വർധനവ് വരുന്നത് വചനത്തിൽ തൃപ്തിപ്പെടാതെ വചനത്തിന് മീതെ പോകുന്ന ആണോ? എങ്ങനെയാ ഈ ഫുൾനെസ്, പൂർണ്ണത വരുന്നത് എങ്ങനെയാ? പൂർണ്ണ വരുന്നത് എങ്ങനെയാന്ന് ചോദിച്ചാൽ കൊലോസ്യ ലേഖനം 1:28-29 ഒന്ന് വായിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. ഈ ആത്മീകതയിൽ പൂർണ്ണത കൈവരിക്കാൻ ഞങ്ങൾക്കൊന്ന് വളരണമെങ്കിൽ എന്തോ ചെയ്യണമെന്ന് ചോദിച്ചാൽ കൊലോസ്യ ലേഖനം 1:28 അവനെ ഞങ്ങൾ അറിയിക്കുന്നതിൽ, അത് ഞങ്ങൾ അറിയിക്കുന്നതിൽ നിന്നല്ല കേട്ടോ. പൂർണ്ണത വേണമെങ്കിൽ എന്ത് വേണം? അവനെ, ഒരു വ്യക്തിയെ. ഹൗ ക്യാൻ യു അറ്റൈൻ മച്യൂരിറ്റി? ലുക്ക് അറ്റ് ജീസസ്. ക്രൈസ്റ്റ് സെൻറ്റേർഡ് ലൈഫിൻ്റെ പ്രാധാന്യം. ഇന്ന് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ക്രിസ്തു കേന്ദ്രീകൃതമായ ജീവിതത്തിന് തടസ്സം എന്താ? ദുർവ്യാഖ്യാനങ്ങൾ, അനുഗ്രഹത്തെക്കുറിച്ചുള്ള വൈകല്യ ചിന്തകൾ.
യേശു കേന്ദ്രീകൃതമായ ജീവിതം എന്ന് പറഞ്ഞാൽ അതെന്നെ പൂർണ്ണതയിൽ നയിക്കും. അവനെ ഞങ്ങൾ അറിയിക്കുന്നതിൽ ഏതു മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടതിന് ഏതു മനുഷ്യനെയും പ്രബോധിപ്പിക്കുകയും ഏതു മനുഷ്യരോടും സകല ജ്ഞാനത്തോടും കൂടെ ഉപദേശിക്കുകയും. ആരെക്കുറിച്ച് പ്രസംഗിച്ചാൽ അപൂർണത വരുന്നത്? യേശുവിനെ കുറിച്ച്, അവനെ ഞങ്ങൾ അറിയിക്കുന്നതിൽ. പ്രിയ ദൈവമക്കളെ, ചിന്തിക്കൂ. പൂർണ്ണത കൈവരിക്കുന്നത്, ആത്മീകമായി ഒരഭിവൃദ്ധി വരുന്നത് വചനവും യേശുവിനെയും വിട്ട് ഏതെങ്കിലും രീതിയിലുള്ള വിഭ്രാന്തി കാണിക്കുമ്പോഴല്ല, ഏതെങ്കിലും ദർശനക്കാരൻ്റെയോ വചനവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്ന ആളിൻ്റെ ശിഷ്യനാകുമ്പോഴല്ല. എങ്ങനെയാന്ന് ചോദിച്ചാൽ, നിൻ വചനം ധ്യാനിക്കുമ്പോൾ എൻ ഹൃദയം ആശ്വസിക്കുമെന്ന് പാടുന്ന പോലെ, ഈ വചനം എൻ്റെ കാലിന് ദീപമായി എന്ന് പറയുന്നത് പോലെ, യേശുവിനെ ഞാൻ അപഗ്രഥിക്കുമ്പോൾ ഞാൻ പൂർണ്ണനായി കാണപ്പെടുന്നു. പ്രിയ ദൈവമക്കളെ, ക്രൈസ്റ്റ് സെൻറ്റേർഡ് ലൈഫിൻ്റെ ഇമ്പോർട്ടൻസ്. യേശുവിനെ പഠിക്കുക. യേശുവിനെ പഠിക്കാൻ എന്ത് ചെയ്യണം? സുവിശേഷങ്ങൾ ആദ്യം നല്ലതായിട്ടൊന്ന് വായിക്കണം. മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ. യേശുവിൻ്റെ ജീവിതശൈലി, യേശുവിൻ്റെ മാതൃക, യേശുവിനെ കുറിച്ച് പൗലോസ് പറഞ്ഞിരിക്കുന്നത്, യേശുവിലൂടെ മറ്റു ഭാഗങ്ങളൊന്ന് കാണുവാനുള്ളൊരു കൃപ, അവിടെ കഷ്ടങ്ങൾ അതിജീവിക്കാനുള്ള കൃപ വ്യാപരിക്കും. എബ്രായർ 12:2. അവിടെ സ്വഭാവ രൂപീകരണം നടക്കും. എഫേസ്യ ലേഖനം 4. അവിടെ പൂർണ്ണരാകും. കൊലോസ് ലേഖനം 1:28. കണ്ണുകളടയ്ക്കാം, നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. ഈ 3 ദിവസത്തെ വചനധ്യാന നിമിത്തം കൂടുതൽ ഹൃദയം കഠിനമാകുന്നതിന് ഇടയാകാതെ, ഹൃദയത്തിൽ കല്ലുപോലുള്ള ഹൃദയങ്ങൾ മാറി മാംസമുള്ള ഹൃദയം പ്രാപിക്കേണ്ടതിന് വേണ്ടി യേശു ക്രിസ്തുവിനെ കുറിച്ച് ഒരു പുതിയ ദർശനം, യേശുവിൻ്റെ ജീവിതം മാതൃകയായി മാറുവാൻ, കേവലം കർത്തൃമേശയുടെ സമയത്ത് മാത്രം ധ്യാനിക്കാനല്ല, ജീവിതത്തിൻ്റെ മാതൃകയായി മാറുവാൻ, യേശുവിനെ അനുഗമിക്കുവാൻ, യേശുവിൻ്റെ ജീവിതം മാതൃകയായി വെക്കുവാൻ, പൗലോസ് പറഞ്ഞതുപോലെ യേശുവിനെ അനുകരിക്കുവാൻ ഈ വചന ശുശ്രൂഷ ഉതകട്ടെ. നമ്മുടെ സഭകളിൽ വിപ്ലവകരമായിട്ടുള്ള ആത്മീക മുന്നേറ്റം ഈ വചന ശുശ്രൂഷ മൂലം ഉണ്ടാകട്ടെ. ജഡീക പ്രവൃത്തികൾ മരിപ്പിച്ച് ക്രിസ്തുവിൻ്റെ ന്യായപ്രമാണം എടുക്കുവാൻ. ഗലാത്യ ലേഖനം 6:3 ക്രിസ്തുവിൻ്റെ ന്യായപ്രമാണം, അതിന് പരിശുദ്ധാത്മാവിൻ്റെ ബലത്തോടെ യേശുവിനെ കണ്ടത്, ലോകം കണ്ടതുപോലെ സഭയെ നോക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ ഭാവം വെളിപ്പെടുത്തുന്ന, ഫിലിപ്പി ലേഖനം 2:5 ക്രിസ്തുവിൻ്റെ ഭാവം വെളിപ്പെടുത്തുന്ന, ക്രിസ്തുവിൻ്റെ മനോഭാവത്തെ പുറം ലോകത്തിന് കാണിക്കുന്ന, ക്രിസ്തുവിൻ്റെ പത്രങ്ങളായി മാറുന്ന കൊരിന്ത്യർ ലേഖനം. അങ്ങനെ യേശു തന്നെ കേന്ദ്ര ബിന്ദുവായി മാറുവാൻ ഈ ദിവസങ്ങളിലെ വചനധ്യാനം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ഒരു പ്രാവശ്യം കൂടെ കർത്താവിൻ്റെ ദാസന്മാരോടും ക്ഷണിച്ച കർത്താവിൻ്റെ ദാസൻ മറ്റുള്ള എല്ലാവരോടുമുള്ള നന്ദിയെ പ്രകാശിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ഗോഡ് ബ്ലെസ് യു.